മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് ലാഹിരി നിലപാട്. ഏതാണ്ട് ഇത് തന്നെയാണ് സലഫി നിലപാടും. എങ്ങനെയുണ്ട്? ഖുർആനിലും സുന്നത്തും ഇല്ലെങ്കിലേ ആരംഭം ഉണ്ടോന്ന് അറിയാൻ അവർക്ക് തിരിയോ? സ്വന്തം ചെയ്യാണ് അല്ല പറഞ്ഞത്. ഒരു വിഷയത്തിൽ ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായ വിധി ഇല്ലെങ്കിൽ, വിധി കണ്ടില്ലെങ്കിൽ എന്ന് പോലുമല്ല പറഞ്ഞു, വിധി ഇല്ലെങ്കിൽ വിധി ഇല്ലാന്ന് തീരുമാനിക്കാൻ ആരാ? അതിൽ മത നിയമമില്ലെന്നും മതത്തിനോട് നിയമമൊന്നുമില്ല എന്നാണ്. അക്കാര്യത്തിൽ വേണ്ടത് പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് ലാഹിരി നിലപാട്. ഏതാണ്ട് ഇത് തന്നെയാണ് സലഫി നിലപാടും. ചെറുപ്പസ്ഥാൻ എങ്ങനെയുണ്ട്? ചെറുപ്പസ്ഥാനം എനിക്ക് വിശദീകരിക്കാണ്ടാവും അതൊക്കെ. അതൊക്കെയിട്ട് ഖുർആൻ നോക്കിയാണ്ട് ഒരു കാണുന്നു അപ്പോഴാണ് തീരുമാനിക്കാണ്, അത് ശരിയാണ്, നമുക്ക് എന്താക്കാം, ടെസ്റ്റും മറ്റൊക്കെ നടത്താം. അങ്ങനെ പലതും അവർ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് യുവത പ്രസിദ്ധീകരിച്ച യുവത ബുക്സ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് മങ്കട അബ്ദുൽ അസീസിന്റെ മൗലവിയുടെ പുസ്തകമാണ്. അതിലാണ് പറയുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനക്കാര് അവരുടെ ആശയ വൈരുദ്ധ്യങ്ങൾ തന്നെ അവർക്കുള്ളൂ. അവർക്ക് ഒരു ആശയത്തിലും എന്തില്ല, പൂർണ്ണ നിലപാടില്ല. ഇന്നലെ പറഞ്ഞ പോലെ തോന്നിയത് പറയുക എന്നതാണ് അവരുടെ നിലപാട്. ആ കൂട്ടത്തിൽ പെട്ട ചില വിഷയങ്ങൾ ഇന്നലെ പറഞ്ഞു. ഇനി ചില വിഷയങ്ങളോട് പറയാം. എന്താണ്? നോട്ടം, അതായത് നോട്ടം കൊണ്ട് കണ്ണേറാണ് വളരെ. നോട്ടം കൊണ്ട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നത് കണ്ണേറി വിശ്വസിക്കാൻ പാടില്ല. ഗൾഫ് സലഫിസത്തിൽ പറയണം കേട്ടോ. എന്നാലോ ഗൾഫിലെ ആളുകൾ പോലും മറ്റൊരു ആശയം എന്താണ്? കണ്ണേറ് സംഭവ്യമാണ്. കണ്ണേറ് നടത്തിയവന്റെ വസ്ത്രം നനച്ച് പിഴിഞ്ഞെടുത്ത് ബാധയേറ്റവർ കുടിക്കുക. അതാണ് നമ്മളെ ഒരു ക്ലിപ്പ് ഇട്ടിരുന്നല്ല. എന്ത് ചികിത്സയാണ്? ആ ക്ലിപ്പൊക്കെ പഠിത്തോണ്ടിട്ടുണ്ടാവില്ല, ശ്രോതാക്കൾക്ക് അറിയില്ലല്ലോ. എന്ത് ചികിത്സ? ഞാൻ ബാക്കി പറയണില്ല. തെറാപ്പി, എന്തോ തെറാപ്പി ഉണ്ടല്ലോ, അതാണത്. കണ്ണേർ സംഭവ്യമാണ്. കണ്ണേർ നടത്തിയവന്റെ വസ്ത്രം നനച്ച് പിഴിഞ്ഞെടുത്ത് ബാധയേറ്റവൻ കുടിക്കുക. നടത്തിയവൻ ഉളു എടുത്ത വെള്ളം ബാധയേറ്റവർ കുടിക്കുക തുടങ്ങിയവ അതിനുള്ള ചികിത്സയാണ്. എവിടെയത് പറഞ്ഞത്? ഖുർആനും സുന്നത്തും കൊണ്ടുള്ള ചികിത്സ, പേജ് 46, ഫതാവൽ ഇലാജ് ഫിൽ ഖുർആൻ സുന്ന, പേജ് 49. അപ്പോ ഗൾഫ് സലഫീസ് എന്ന പുസ്തകത്ത് പറഞ്ഞതോ, നോട്ടം കൊണ്ട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നത് കണ്ണേറി വിശ്വസിക്കാൻ പാടില്ല. അപ്പോ മുജാഹിദ് പ്രസ്ഥാനക്കാർ തന്നെ രണ്ട് തട്ടിലാണ് ഉള്ളത്. ഇങ്ങനെ അവരുടെ ആശയങ്ങൾ ഇങ്ങനെ പോവുകയാണ്. മതപ്രബോധന രംഗത്തും ഉദ്യോഗ ഭരണ നിർവഹണ രംഗങ്ങളിലും സ്ത്രീ സാന്നിധ്യം നിർബന്ധമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രസ്ഥാനം പോരാടിയിട്ടുണ്ട്. അൽമനാർ 2001, പേജ് 40. എന്ത്? മതപ്രബോധന രംഗത്തും ഉദ്യോഗ ഭരണ നിർവഹണ രംഗങ്ങളിലും സ്ത്രീ സാന്നിധ്യം നിർബന്ധമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രസ്ഥാനം പോരാടിയിട്ടുണ്ട്. അൽമനാർ സെപ്റ്റംബർ 2001, പേജ് 40. എന്നാലോ ഇത്തരം മേഖലകളിൽ സ്ത്രീ ജോലി ചെയ്യാവതല്ല. ആരാ പറയുന്നത്? ഗൾഫ് സലഫികൾ. അത്തബറുജു ഖതറുഹു എന്ന പേജ് ഇബ്നു ബാസിന്റെ ആണത്. പേജ് 19, 31. അൽ ഫുർഖാൻ 110, 107 പേജുകളിലൊക്കെ ഉണ്ട് ലക്കം. അപ്പൊ അവർ തന്നെ എന്താണ് തീരുമാനത്തിൽ എത്തിയിട്ടില്ല നേതാക്കന്മാര്. മറ്റൊരാളുടെ വിധേണ്ട ആശയമാണ് 3 തലാഖും ഒരുമിച്ച് ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനക്കാരൻ സാധാരണ പറഞ്ഞാണ്, ഒരാൾ അവന്റെ ഭാര്യ 3 തലാഖ് ചൊല്ലി, എന്നാൽ ഒന്നായി കൂട്ടുള്ളൂ. 3 ഉറുപ്പ അല്ലല്ല 1 ഉറുപ്പയുള്ളൂ. 3 ഇത് 3 അല്ലാന്ന്, ഇത് ഒന്നേ ഉള്ളത്. 3 ഒന്നേ ആവുള്ളൂ. 3 2 3 തലാഖും ഒന്നിച്ചു ചൊല്ലിയാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ. എന്നാലോ അവരുടെ ഗൾഫ് ആശയ ഒരുമിച്ച് 3 തലാഖും
മൂന്നായി പരിഗണിക്കുന്നതാണ്. ഗവേഷണങ്ങൾ എന്ന പുസ്തകം പേജ് 1 വാള്യം 1 പേജ് 400 അൽ ഇജ്തിഹാദ് എന്ന പുസ്തകത്തിൽ. പിന്നെയോ മുജാഹിദിന്റെ ആശയമാണ് മറ്റൊന്ന്, നിസ്കാര ശേഷം ഇമാം ദിക്റുകൾ ഉറക്കെ ചൊല്ലുന്നത് ബിദ്അത്താണ്. മുജാഹിദ് പ്രസ്ഥാനക്കാർ സാധാരണ പറയാനുള്ളതാണ്, നിസ്കരിച്ചുകൊണ്ട് സലാമിന്റെ വീടി രണ്ടാം സലാം എന്താവൂല, മുഴുവനാവൂല, പൊതു നീച്ച് ഓടിണ്ടാവും. അത് ബിദ്അത്താണ്. നിസ്കാര ശേഷം ഇമാം ദിക്ർ ഉറക്കെ ചൊല്ലുന്നത് ബിദ്അത്താണ്. അൽമനാർ 2000 ഏപ്രിൽ പേജ് 30 കേട്ടാ. എന്നാലോ അവിടെ മറ്റൊരാശയം, നിസ്കാര ശേഷം ദിക്റുകൾ ഉറക്കെ ചൊല്ലലാണ് നബിചര്യ. നിസ്കാര ശേഷം ദിക്റുകൾ ഉറക്കെ ചൊല്ലലാണ് നബിചര്യ. എവിടെയാണത്? ഫതാവ മുഹിമ്മ എന്ന ഗ്രന്ഥത്തിന്റെ 105 ഇബ്നു ബാസിന്റെ അദ്ദേഹം പറഞ്ഞു. അത് അർക്കാനുൽ ഇസ്ലാം എന്ന പുസ്തകത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഇതൊക്കെ നമ്മളെ സക്കരിയ സലാഹി കുറെയൊക്കെ വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു മാറ്റം വന്ന് ഒന്ന് ഇജ്തിഹാദിനൊക്കെ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ ചെറുപ്രസ്ഥാനം അറിയാന്നറിയില്ല, എവിടെയാണ് മൂപ്പര് പിന്നെ ഇജ്തിഹാദ് കോഴ്സ് എടുക്കാൻ പോയതെന്ന് അറിയില്ല. ഏത് ഭാഗത്താണുള്ളത്, നിങ്ങളെ ഭാഗത്താണോ സൗദിയിലാണോന്ന് അറിയില്ല. മുജ്തഹിദായിട്ട് ഇനി രംഗത്ത് ഇറങ്ങുകയുള്ളൂ എന്നൊക്കെ പറയപ്പെട്ടിരുന്നു. മറ്റൊരു ആശയമാണ് തറാവി 11 റക്അത്തിൽ കൂടാൻ പാടില്ല. കൂടാമെന്ന MCC അടക്കമുള്ളവരുടെ വാദം പിഴച്ചതാണ്. KNM എന്താണ് വകുപ്പിന്റെ യോഗത്തിൽ തീരുമാനിച്ചു. വലിയ നേതാക്കന്മാരുടെ വകുപ്പിൽ വലിയ പോലെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അതിന്റെ വകുപ്പിന്റെ യോഗത്തിൽ അബ്ദുൽ സലഫി ഇവിടെ പ്രബന്ധമാണല്ലോ. തറാവി 11-നേക്കാൾ കൂടാൻ പാടില്ല. MCC ഒക്കെ അടക്കമുള്ളവർ, അതാണ് നമ്മൾ അവരുടെ മദ്രസ പുസ്തകത്തിൽ കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്തി എന്ന പുസ്തകത്തില് 1939 വരെ അവർ പഠിപ്പിച്ചെന്തായിരുന്നു? തറാവി 20 റക്അത്താണ് എന്നതാണ് യാഥാർത്ഥ്യമെന്നായിരുന്നു. എന്നാലോ തറാവി 20 റക്അത്ത് വരെ 23 റക്അത്ത് വരെ നാട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. തറാവി 23 റക്അത്ത് വരെ, അത് ഇത്രയും കൂടിയിട്ടായിരിക്കാം, റക്അത്ത് വരെ നിസ്കരിക്കാം. ഗൾഫ് സലഫിസം പേജ് 77. ആദ്യം പറഞ്ഞതോ നമ്മുടെ KK മാന നമ്മളെ എന്ത് മൂലം പറ്റിയാണ് അബ്ദുറഹ്മാൻ സലഫിയല്ലോ, അദ്ദേഹം പറഞ്ഞത് അത് പാടില്ല. മറ്റൊരു പിഴച്ച ആശയമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിത്ർ ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങളിൽ കുനൂത്ത് അനാചാരമാണ്. എന്നാലോ അവരുടെ ഗൾഫിൽ എങ്ങനെയാണ്? വിത്റിൽ കുനൂത്ത് സുന്നത്താണ്. ഫതാവ സമിതിയുടെ ഫത്വ 2098 നമ്പറിൽ. വിത്റിൽ അവർക്ക് കുനൂത്ത് എന്താണ്? സുന്നത്താണ്. അതേസമയത്തും കേരളത്തിലെ ആളുകൾ മുജാഹിദുകൾക്കോ അവർക്ക് വിത്റിൽ പോലും കുനൂത്ത് സുന്നത്തില്ല, അനാചാരമാണ്. മറ്റൊരാശയമാണ് ഇസ്ലാമേതര രാജ്യങ്ങളിലും സംഘടിതമായി സക്കാത്ത് നൽകാനാണ് ഉത്തമം. എന്നാൽ അവരുടെ മറ്റേ വിഭാഗത്തിന്റെ ആശയോ ഇസ്ലാമേതര രാജ്യങ്ങളിൽ സ്വന്തം നിലയിൽ സക്കാത്ത് നൽകലാണ് അഭികാമ്യം. ഫത്വ 5550 ലജ്നത്ത് ഫതാവ ലജ്നത്ത് ദായിമാറിന വാള്യം 9 പേജ് 457. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് നാം മനസ്സിലാക്കുക. അവർക്ക് എന്തില്ല, നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ അവർ ഇങ്ങനെ നോക്കും. അപ്പൊ നോക്കുമ്പോ എന്താ തെളിവുകൾക്ക് കാണൂല്ല, കാരണം കാണാൻ വേണ്ടി കഴിവില്ല, കാണാനുള്ള കണ്ണുമില്ല. അപ്പൊ അവർ തീരുമാനിക്കും ഇതിനൊന്നും എന്തില്ല, ഒരു വകുപ്പില്ല, ഇതിനൊന്നും തെളിവില്ല, ഇതൊന്നും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് അവരാണ് തീരുമാനിക്കുകയാണ്. അപ്പൊ മൗലവിമാര് തൊള്ളി തോന്നിയത് എന്താക്കാണ്? ഓരോ മൗലവിയും പറയും. സ്വന്തം ഒരു മൗലവിക്ക് തോന്നും ഒരു നിലക്ക്, മറ്റേ മൗലവിക്ക് നേരെ നിലക്ക്. അങ്ങനെയാണ് ഇപ്പൊ 8ഉം പൊട്ടും എത്രയായി ഗ്രൂപ്പ് എന്ന് അറിയില്ല, 8ൽ കൂടുതലായി എന്നാണ് പറയുന്നത് അല്ലെ? മുജാഹിദ് പ്രസ്ഥാനം 8 വന്നാൽ 8 വിട്ടില്ലേ അവരുടെ ഗ്രൂപ്പ്. നമ്മളെ സക്കീറിന്റെ ഗ്രൂപ്പ് തന്നെ പിന്നെയും പിളർന്നതാ തോന്നുന്നു. അങ്ങനെ അവരുടെ ആദർശപരമായിട്ടുള്ള ആ വ്യതിചലനവും ദൗർബല്യവും വളരെ വ്യക്തമാണ്. 11 ഏതാട്ടെ 11 ഇനി 11 വിട്ടിട്ടുണ്ടാവും. പല ആളുകളും ഇപ്പോ ഓരോ മൗലവിമാരും ഓരോ ഗ്രൂപ്പായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ ഒരു മൗലവി ഗുളിക മൗലവി ഉണ്ട്, അദ്ദേഹത്തിന്റെ ആശയം ഒന്നാണ്,
ബാലുശ്ശേരിന്റെ പോലെ ആശയം വേറെ ഒന്നാണ്. എല്ലാവരും മുജ്തഹിദ്. അവർ പറഞ്ഞെന്താണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികളിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇമാമുകളും മുജ്തഹിദുകളാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോ ഓരോ മുജ്തഹിദും അവർ ജിത്യാദിലൂടെ ലഭിക്കുന്നതൊക്കെ ഓരോ ആശയമായി മാറുമല്ലോ. അപ്പൊ നമുക്ക് ലോക മുസ്ലിങ്ങൾക്ക് പിന്തുടരാൻ 4 മദ്ഹബാണെങ്കിൽ അവർക്ക് 40,000-ത്തിലും കൂടും ഇങ്ങനെയാണെങ്കിൽ. ഏതായാലും ചോദ്യകർത്താക്കളൊന്നും ഇല്ല. ഉണ്ടെങ്കിലെല്ലാം ഞാൻ പറയുന്നത് സംസാരിക്കുന്ന ആരും വരാതിരിക്കണ്ട, എല്ലാവർക്കും കൈപ്പൊക്കി വരട്ടാ. മുജാഹിദ് പ്രസ്ഥാനക്കാരൻ കണ്ട് വരും. ചോദ്യകർത്താക്കൾ വരുമ്പോഴാണ് നമ്മളെ പോലത്തെ ഉസ്താദ് ഇന്നലെ കണ്ടില്ല. ഉസ്താദ് എവിടേക്ക് പോയിന്നറിയില്ല. ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കളൊക്കെ വരും. അപ്പൊ ഞാൻ മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ വൈരുദ്ധ്യങ്ങളാണ് ഇപ്പൊ നമ്മളിങ്ങനെ പറയുന്നത്. മറ്റൊന്നാണ് സക്കാത്തിന്റെ സമ്പത്ത് പള്ളികളും കോളേജുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കാം. ഗൾഫ് സലഫി എന്ന പുസ്തകത്തിന്റെ പേജ് 85. സക്കാത്ത് പിരിച്ചെടുത്തിട്ടേ പള്ളി ഉണ്ടാക്കുക, കോളേജ് ഉണ്ടാക്കുക. പിന്നെന്താ ഞാനൊരു ക്ലിപ്പ് നമ്മൾ കേട്ടല്ലോ, കേട്ടോ, പല ക്ലിപ്പും കേട്ടല്ലോ അവരുടെ ആ ചെയ്തികൾ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മള് HS ഉസ്താദ് ചെയ്യുന്നല്ലോ, അവരോട് പറഞ്ഞ അവരെ നോമ്പുറപ്പിക്ക് വേണ്ടി കൊടുത്തതും മറ്റു പള്ളി കൊടുത്തത് സ്വന്തമായി ചെയ്യണതും പലതും ഞാൻ ഉസ്താദ് ക്ലിപ്പ് അടക്കം വിട്ട് പറഞ്ഞിരുന്നു. സക്കാത്തിന്റെ സമ്പത്ത് പള്ളികളും കോളേജുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കാം എന്ന് ഗൾഫ് സലഫി എന്ന പുസ്തകത്തിന്റെ 85-ാമത്തെ പേജിലാണ്. എന്നാലോ സക്കാത്ത് മുതൽ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവതല്ല, അഥവാ ഉപയോഗിക്കാൻ പാടില്ല. സൗദി ഫത്വ 4836 നമ്പർ, 2288 നമ്പർ, 5586 നമ്പർ ഫത്വകളാണ് ഇതൊക്കെ. ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ പാടില്ല. എങ്ങനെയുണ്ട്? നമ്മൾ AT കരീമൊക്കെ എപ്പോഴും പറയും സൗദികളും എന്താണ് ഞങ്ങൾ ആശയക്കാരാണ്, ഞങ്ങളാണ് സൗദിയിൽ എന്നെപ്പോഴും പറയും. AT കരീം പോയോ? AT കരീം നമ്മുടെ ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരണ്ടേ, മുന്നിലൊക്കെ വരിക. മൈക്കിലേക്ക് വരുമ്പോഴുണ്ടാവും എല്ലാവരും സജീവമാവും ഉസ്താദുമാർ. ഇപ്പോ ഉസ്താദുമാർ ആരൊക്കെ ഉണ്ടെന്നറിയില്ല. കേൾവിക്കാരൻ ഉസ്താദിനെ കാണാനില്ല. ഉണ്ടാ ഉസ്താദ്? കേൾവിക്കാരൻ ഉസ്താദ് എവിടെ പോയി എന്നുള്ളതാകും കാലം. ഉസ്താദ് ഇന്നലെ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഐഡിയുണ്ട് ഉസ്താദിന്റെ. ഉസ്താദ് ഇൻഷാ അല്ലാഹ് മോളിൽ കയറി. കേൾവിക്കാരൻ ഉസ്താദ് വരി. ഉസ്താദ് ഉണ്ടെങ്കിലേ ഒരു ക്ലാസ് റൂമിൽ ഒരു ഉണർവുണ്ടാവുള്ളൂ. മറ്റൊരു ആശയമാണ് മുജാഹിദ് പ്രസ്ഥാനം ശാസ്ത്രീയ നിരീക്ഷണം കൊണ്ട് മാസപ്പിറവി ഉറപ്പിക്കാം. നേരിട്ട് ദർശിക്കൽ നിർബന്ധമില്ല. മുജാഹിദ് പ്രസ്ഥാനക്കാർ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വിഷയമാണത്. ശാസ്ത്രീയമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് മാസപ്പിറവി ഉറപ്പിച്ചാൽ മതി, നേരിട്ട് ദർശിക്കണം ഒന്നും ഇല്ല, നിർബന്ധമില്ല എന്ന് കേരള ജമിയത്തുൽ ഉലമയുടെ മുന്നറിയിപ്പ് പേജ് 15 4/6/2001 ചേർന്ന അവരുടെ പണ്ഡിത സഭ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാരുടെ ജമിയത്തുൽ ഉലമ ഉണ്ടല്ലോ, അവർ ഇറക്കിയൊരു മുന്നറിയിപ്പ് പേജ് 15 പുസ്തകത്തിൽ. എന്നാ മാസപ്പിറവി നേരിട്ട് ദർശിക്കൽ നിർബന്ധമാണ് എന്നാണ് അവിടെ സൗദിയിലെ മൗലവിമാര് ഫത്താവ ലജ്നത്ത് ദായിമയുടെ 10-ാം വാള്യം പേജ് 92 പറയുന്നത്. ഇബ്നു തൈമിയ്യ ഇത് വ്യക്തമായി പറഞ്ഞു. ഇബ്നു തൈമിയ്യന്റെ അഹ്കാമു സിയാമിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നിലക്കും ഉണ്ടാവില്ല, മാസം നേരിട്ട് കണ്ടാലല്ലാതെ പറ്റുകയില്ല. മറ്റു കാരണങ്ങൾ കൊണ്ടും മറ്റു ഉപഗ്രഹങ്ങളും അതുപോലെ മറ്റുള്ള ആധുനിക യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കാണുന്നത് ഒരിക്കലും നോമ്പിനും പെരുന്നാളിനും സ്വീകാര്യമല്ല. നേരിട്ട് മാസം ദർശിക്കുക തന്നെ വേണമെന്ന് ഇബ്നു തൈമിയ്യ തന്നെ ഫത്താവയിലും അഹ്കാമു സിയാമിൽ ആയിട്ട് അങ്ങനെ ഇറക്കിയ പുസ്തകത്തിലും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും അങ്ങനെ പറഞ്ഞു. കേരളത്തിലെ മുജാഹിദികളോ അവർ തോന്നിയാൽ ചെയ്യാം. അങ്ങനെ ധാരാളം വിഷയങ്ങൾ, എത്രയോ വിഷയം എന്നറിയില്ല, 200-300 ആയിരിക്കില്ല ഇപ്പൊ ഉള്ളത്. പിന്നെ മറ്റൊരു ഒരു പിഴച്ച വാദമാണ് വഹാബികളുടെ. ഖുർആനും സുന്നത്തും അത് പ്രകാരമുള്ള ഗവേഷണങ്ങളും മാത്രമാണ് തെളിവ്, സ്വഹാബികളും താബികളും തെളിവല്ല. ഗൾഫ് സലഫിസം പേജ് 98. അതിനുണ്ട് ഖുർആനും സുന്നത്തും അത് പ്രകാരമുള്ള ഗവേഷണങ്ങളും. ആരാണ് ഇപ്പൊ ഗവേഷണം ചെയ്യാന്നുള്ളപ്പോ നമുക്ക് വേചാറ്. ആ ഗവേഷണം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ മട്ടത്തിലായത് മുജാഹിദ് പ്രസ്ഥാനം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സുഹൃത്തുക്കൾ ആരും കേൾക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? കാരണം പോയ റബ്ബേ, നമ്മുടെ സാഹിത്യോത്സവിന്റെ ആ ആരവങ്ങൾ അടങ്ങിയപ്പോഴേ 1-2 ആൾക്കാരുണ്ട്. ഹംസ, നിങ്ങൾ ഹംസ മൂലയല്ല, ഹംസക മേലക്ക് വരി.
അതുപോലത്തെ വരുമ്പോഴേ ഈ ജനങ്ങൾ പുറത്തേക്ക് എന്തായാലും ഒരു ആവേശം ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് എന്താ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഖുർആാനും സുന്നത്തും അത് പ്രകാരമുള്ള ഗവേഷണങ്ങളും മാത്രമാണ് തെളിവെന്ന്. ഈ ഗവേഷണം ഇപ്പൊ ആര് നടത്തുന്നില്ല ഇപ്പൊ നമുക്ക് തർക്കേ. ഗവേഷണം നടത്തി ഇപ്പൊ എവിടെ എത്തി? ആകെ പൊട്ടി പിളർന്ന് ഇപ്പൊ എന്തായി? ഇതൊക്കെ അല്ല നമ്മളെ ബാലുശ്ശേരി അവസാനം പറഞ്ഞ് കപ്പൽ പൊളിയാൻ പോവുകയാണോ, വേഗം വേറെ കപ്പൽ കയറിക്കൊടി എന്ന് പറഞ്ഞത്. അത് ഗൾഫ് സലഫിന്റെ പുസ്തകത്തിന്റെ പേജ് 92 പറയുന്നത്. എന്നാലോ ഇവിടെ സൗദിയുടെ അവരുടെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? സഹാബികളുടെ ചര്യ ഇസ്ലാമിൽ തെളിവാണ്. ഫതാവ സമിതിയുടെ 164ാമത്തെ ഫത്വ ഇത് തന്നെയാണല്ലോ നമുക്ക് മനസ്സിലാവണം. തറാവി വിഷയത്തിൽ നമ്മൾ അവർ പറയുന്ന വിഷയം അതല്ല. ലോക മുസ്ലിങ്ങൾ മൊത്തം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത്തായി സംഘടിപ്പിച്ച സമയത്ത് 20 റക്അത്ത് തറാവി നിസ്കരിച്ച ആ രേഖയാണ് ലോക മുസ്ലിങ്ങൾക്ക് രേഖ. അത് ഇബ്നു തൈമിയ്യ വരെ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഫത്താവയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങേ തല എന്ന് പറയുന്ന മൗലവിയാണുള്ളത്. അദ്ദേഹം വരെ പറഞ്ഞിട്ടുണ്ട് ഇത് സഹാബത്തിന്റെയും അലി റളിയല്ലാഹു അടക്കമുള്ള മറ്റു സഹാബകൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഉള്ള സദസ്സിൽ നിരവധി സഹാബത്തുള്ള സദസ്സിലാണ് ഇത് നടപ്പാക്കിയത്. അവരാരും തന്നെ ഒരക്ഷരം അതിനെതിരെ സംസാരിക്കുകയോ ഉരിയാടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇബ്നു തൈമിയ്യ അക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഇബ്നു അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ മുഖ്തസറുൽ ഇൻസാഫിനെ 157-ാം പേജിലും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. നമുക്കുള്ള തെളിവ് ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് 20 റക്അത്ത് നിസ്കരിച്ച് നടപ്പിലാക്കി, അതാണ് നമുക്കുള്ള രേഖ എന്ന് അവരുടെ രണ്ടാമത്തെ തലയായ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് വരെ അദ്ദേഹത്തിന്റെ മുഖ്തസറുൽ ഇൻസാഫിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് മറ്റേ നമ്മുടെ ജുമാന്റെ 2ാം ബാങ്ക്, അതേക്കുറിച്ചൊക്കെ അതൊക്കെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് ലോക മുസ്ലിങ്ങൾ സമ്മതിക്കുന്നു. അവിടെ പൂർവിക നേതാക്കളായ ഇബ്നു തൈമിയ്യ പോലുള്ള ഇബ്നു തൈമിയ്യ സുന്നത്തുൽ ജുമാ എന്ന പുസ്തകത്തിലും ഫതാവയിലും, അതുപോലെ ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ മുഖ്തസർ സീറത്തുർ റസൂൽ എന്ന പുസ്തകത്തിലും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതൊക്കെ സബത്തൽ അംറു അലാ ദാലിക് എന്ന് ലോക മുസ്ലിങ്ങളൊക്കെ ഒന്നടങ്കം അംഗീകരിച്ചു പോകുന്ന കാര്യമാണെന്ന് അവിടെ വ്യക്തമാക്കിയതാണ്. പക്ഷെ ഇവർക്ക് എന്തില്ല, അംഗീകരിക്കൂല. നമ്മൾ അംഗീകരിക്കൂല. അതല്ലേ ഇവര് പറഞ്ഞത് സുന്നത്തും ഖുർആനും മാത്രമാണ്, സഹാബികൾ തെളിവല്ല. എന്നാൽ അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? സുന്നത്ത് എന്നാൽ റസൂലുള്ളാഹിന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതാണല്ലോ സുന്നത്ത് പറഞ്ഞത്. ഈ സുന്നത്തിന്റെ പരിധിയിൽ ഇത് പെടും. കാരണം എന്താണ്? റസൂലുള്ള പറഞ്ഞാണ്. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ എന്ന് വളരെ വ്യക്തമായി റസൂലുള്ള പറഞ്ഞതാണ്. എന്ത്? നിങ്ങൾക്ക് എന്റെ ശേഷം നിരവധി വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇഖ്തിലാഫുകൾ, എതിരഭിപ്രായങ്ങൾ വരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. ഇത് റസൂലുള്ള കൽപ്പിച്ചതാണ്. അപ്പൊ എന്തായി? ഇത് സുന്നത്തിന്റെ പരിധിയിൽ നിർബന്ധമായി വിട്ടുകഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ ഖൗല്, ഫിഅലി, തഖ്രീർ. അപ്പൊ ഖൗലിൽ ഇത് വിട്ടുകഴിഞ്ഞു. സുന്നത്ത് ഖുലഫാ റാഷിദീന്റെ സുന്നത്ത് പിടിക്കണം എന്നാണ് അവർ പറയുന്നത്. നമ്മൾ റസൂലുള്ള പറഞ്ഞ് മാത്രമേ അംഗീകരിക്കുള്ളൂ. അതുപോലെ ഖുർആൻ പറഞ്ഞു. ഈ ഖുർആൻ നേരത്തെ പറഞ്ഞാൽ ആരാണ്? നേരത്തെ പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞത്? ഖുർആൻ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഈ ഖുർആനിൽ വിധിയില്ല, ഇസ്ലാമിൽ വിധിയില്ല, നമ്മൾ നടപ്പാക്കൽ കൽപ്പിക്കും. അതാണ് ലാഹിയാക്കളുടെ അഭിപ്രായം. ഞങ്ങളും സലഫികൾ അങ്ങനെ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ വളരെ പിഴച്ച ആശയങ്ങൾ ആണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു ആശയമാണ് അതിന്റെ ഇസ്ലാമികേതര നിയമങ്ങൾ അനുസരിച്ച് കോടതി വിധി സ്വീകാര്യമാണ്. അൽമനാർ പുസ്തകം 4. ഗൾഫിലാണുള്ള വിധി കർത്താവ് അള്ളാഹു മാത്രം. ഇസ്ലാമികേതര നിയമങ്ങൾ അനുസരിച്ച് വിധി സ്വീകാര്യമല്ല. ഫതാവ രചന 5136. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് നമ്മളെ കൊളത്തുർസ പറഞ്ഞായി ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ മാത്രമാണ് പറയുന്നത്. ജമാഅത്തേൽ ചെയ്യുന്ന ജമാഅത്തേൽ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായത് കൊണ്ട് നമുക്കെന്തില്ല, പ്രത്യേകം ഒന്നും പറയേണ്ടതില്ല. അവർക്ക് അതുപോലെ തന്നെയാണ്. പിന്നെ മറ്റൊരാശയമാണ്, ഏതെങ്കിലും വ്യക്തിയെയോ പണ്ഡിതർ നൽകുന്ന ഫത്വയെയോ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. എല്ലാ കാലത്തും മുജ്തഹിദ് മുത്ലഖുകൾ ഉണ്ടാകും. തഖ്ലീദ് ഒരു പഠനം, പേജ് 116. എങ്ങനെയുണ്ട്?
എല്ലാ കാലത്തും മുത്തലഖ് മുജ്തഹിദുകൾ ഉണ്ടാകുന്നു. ആരായി പറഞ്ഞത്? മുജാഹിദര്, വഹാബികള്. തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകത്തിന്റെ പേജ് 116 ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 310 വഫാത്തായ മഹാനായ അബൂ ജഅഫർ ഇബ്നു ജരീർ തുബൈ റഹ്മഹുല്ല. അവർ പോലും ഇജ്തിഹാദ് ബാധിച്ചിട്ട് അന്നത്തെ ഹാഫിദുകളും മുഹദ്ദിസുകളായ പണ്ഡിതന്മാരും ഫുഖാക്കളൊന്നും അത് അംഗീകരിച്ചിട്ടില്ല. മുത്തലഖ് മുജ്തഹിദ് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്നിട്ടാണ് ഇപ്പൊ ഈ 1400 വർഷം കഴിഞ്ഞ ഈ കാലത്തെ മുത്തലഖ് മുജ്തഹിദുകൾ എക്കാലത്തും ഉണ്ടാകുന്നു. എന്നാലോ മറ്റാശയ ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാകും. ഇബ്നു അബ്ദുൽ വഹാബ് പോലും മുജ്തഹിദായിരുന്നില്ല. അദ്ദേഹം ഹംബലി മദ്ഹബുകാരനായിരുന്നു. നമുക്കാർക്കും മുജ്തഹിദാകാൻ സാധ്യമല്ല. മുഖ്തസറുൽ ഫതാവ പേജ് 477, മജല്ലത്തുൽ ബുഹൂസ് ലക്കം 14 പേജ് 257. ഇവരുടെ സൗദി പണ്ഡിതന്മാർ പറയണത് ഇബ്നു അബ്ദുൽ വഹാബ് പോലും മുജ്തഹിദ് ആയിരുന്നില്ല. അദ്ദേഹം ഹംബലി മദ്ഹബുകാരനായിരുന്നു. അത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ പുസ്തകങ്ങളിലും അദ്ദേഹം തന്നെ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് ടെക്സ്റ്റ് പോലും മറക്കുന്നതാ. നീ മുസ്തഫ പറഞ്ഞില്ലല്ലോ. ഉള്ളത് തന്നെ സംസാരിക്കണം. ഇത് ഓരോന്നിനും പേജുകൾ പറഞ്ഞു ഇല്ലെങ്കിൽ പറയാം, അപ്പൊ നമുക്ക് സംസാരിക്കാം. മുസ്തഫ ഉള്ളതല്ല പറഞ്ഞത്, എല്ലാം നിങ്ങളെ പുസ്തകങ്ങളാണ്. തഖ്ലീദ് ഒരു പഠന പുസ്തകങ്ങളാണ്, എല്ലാം നിങ്ങൾ തന്നെയാണ്. ഉള്ളത് പറഞ്ഞ് സംസാരിക്കൂ. ടെക്സ്റ്റ് അടിക്കണം, ഉള്ളത് കളിച്ചോ സംസാരിക്കോളൂ. നിങ്ങൾ അടിച്ചതോ? അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടില്ലേ? ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാവും എന്ന് സൗദി എന്താണ് അഫ്സൽ മക്ക മുജാഹിദായ മുജാഹിദ് ആർക്കും ആര് സൗകര്യമുള്ള കൈക്കൂടി അല്ല പ്രശ്നം നമുക്ക്. പക്ഷെ അവർ എന്താണ് ഫത്വ കൊടുക്കാൻ മുജ്തഹിദ് ആയവരാണ്. മുജ്തഹിദ് ആവാൻ പറ്റൂല. മുജ്തഹിദ് മുത്തൻ ജാഹിൽ നയിക്കില്ലേ നിങ്ങൾ എഴുതിയത്? മുത്തൻ ജാഹില്. അത് ശരിയാണ്. മുത്തൻ തോണാറില്ലേ? അതേപോലെ മുത്തൻ ജാഹില് അവതാ വഴി. നഹ്ൽവാദി 1, 2, 3 പാടി നഹ്ൽവാദി അതിന്റെ ഭാഗങ്ങൾ നോക്കി പരീക്ഷ എഴുതിയാല് എന്താകാൻ കഴിയും? അഫ്സൽ മക്ക് എഴുതാൻ കഴിയും. അതൊക്കെ പഴയ കാലത്ത് ബോർഡിങ്ങിൽ വരെ പഠിപ്പിച്ചിരുന്ന പുസ്തകമാണ് നഹ്ൽവാദി. നമ്മളൊക്കെ ബോർഡിങ് പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ട്. നഹ്ൽവാദി പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ആശയമാണ് വെള്ളിയാഴ്ചയിൽ 2ാം ഭാഗം ബിദഅത്താണ് എന്നത്. എന്നാലോ അവരുടെ സൗദി പണ്ഡിതന്മാർ എന്താ പറയുന്നത്? 2ാം ഭാഗം ബിദഅത്തല്ല സുന്നത്താണ്. സൗദി ഫത്താവ സമിതിയുടെ 1647 ഫത്വ. ഫത്താവ ലജ്നത്ത് ദായിമയിൽ 8ാം വാള്യം പേജ് 198. ഇക്കാര്യം ഇബ്നു വഹാബും ഇബ്നു തൈമിയ്യയും ഒക്കെ സലക്ഷം വിശദീകരിച്ചാണ്. ഏതായാലും ഇങ്ങനെ വൈരുദ്ധ്യങ്ങളോണ്ട് വൈരുദ്ധ്യം, വെറും വൈരുദ്ധ്യം മാത്രം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനക്കാർ. അവർക്ക് ഒരാശയത്തിലും എന്തില്ല, രേഖയില്ല. ഒരു രേഖയും അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. പച്ച പൊള്ളു പറഞ്ഞിട്ട് ജനങ്ങൾ പഴപ്പിക്കാം. അതിന് ഏതെങ്കിലും ആയത്താണ് ഓതും. മന്ത്രി ചുതാൻ പാടില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് നടുവതും. അങ്ങനെയപ്പോ നമ്മളെ മുജാഹിദുകൾ ഓതല്. മറ്റൊരു പഴച്ച ആശയമാണ് പെരുന്നാളിന് ഒരു ഖുതുബ മാത്രം. അൽമനാർ ലക്കം 5 പേജ് 33. പെരുന്നാളിന് ഒരു ഖുതുബ മാത്രം മതിയെന്ന്. എന്നാലേ അവരുടെ മറ്റ് ആശയങ്ങളോ സൗദിയിലും മറ്റു സ്ഥലങ്ങളൊക്കെ 2 ഖുതുബ വേണമെന്നും പറയണം. സ്ത്രീ ജുമാഅത്ത് അവർക്ക് ആകെ അനുവദനീയമാക്കുന്ന ഒരു വിഷയമാണത്. സ്ത്രീ ജുമാഅത്ത്, സ്ത്രീകൾ ജമാഅത്തിലും പങ്കെടുക്കൽ ഉത്തമമാണ്. എന്നാലോ സൗദിയിലെ പണ്ഡിതന്മാരുടെ ഫത്വ എന്താണ്? സ്ത്രീകൾക്ക് ജമാഅത്ത് ഉത്തമമല്ല. ഇവിടെ ഫത്വ 16,329 നമ്പർ ഫത്വ സൗദി ഗവൺമെന്റ് അവിടുത്തെ പണ്ഡിത സഭയുടെ ഫത്വയാണത്. 16,329 നമ്പർ ഫത്വ. ഇങ്ങനെ തുടങ്ങി നിരവധി 100ഉം 200ഉം 300 എന്നല്ലാന്ന് തോന്നുന്നത് പിഴച്ച ആശയങ്ങളാണ് നമ്മളെ മുജാഹിദ് പ്രസ്ഥാനക്കാര് കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് അനങ്ങിയാൻ വന്നിട്ട് എന്താണ് സുന്നികൾ എന്താ മൗലൂദാൻ തെളിവ്, റാത്തീബിന്റെ തെളിവ്, അതെന്താ തെളിവ്, ഇതെന്താ തെളിവ് വെച്ചിട്ട് വന്നിട്ട് ജനങ്ങളുണ്ട് പറഞ്ഞ കേട്ടാച്ചിട്ട് ഒരു ഭയങ്കര തെളിവിന്റെ ആൾക്കാരാണ്. വലിയ ഖുർആന്റെ നടുക്കണ്ടാണ് വലിയ വിചാരിക്കും. ഏതായാലും ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കൾ മുസ്തഫാക്ക് ചോദ്യത്തിന് വന്ന ഉസ്താദ്മാർ വരും. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യമായിരിക്കണം.
പ്രസക്തമായ ചോദ്യങ്ങളെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഖുർആൻ പോലും നോക്കും, ആശയം കണ്ടില്ല, രേഖ അവർ കണ്ടില്ലെങ്കിൽ അതിനൊരു വിധിയില്ല, അവർക്ക് ഓരോരുത്തർക്കും തോന്നുന്ന മാതിരി ചെയ്യാം എന്നാണ് അവരുടെ ആശയം. അതിന് നേരത്തെ ഇവിടെ ഞാൻ വായിച്ചു കഴിഞ്ഞു. ഏതായാലും ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കൾ ആരും മുന്നിലേക്ക് വരുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാരും എന്തില്ല, മുന്നിലേക്ക് എത്തുന്നില്ല. ചോദ്യകർത്താക്കൾ രംഗത്തെത്തിയാൽ ഇൻഷാ അല്ലാഹ് കേൾവിക്കാരൻ ഉസ്താദ് അടക്കമുള്ള ഉസ്താദ്മാർ സജീവമായി രംഗത്തെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ തൽക്കാലം മൈക്കൽ ലീസിന്ന് ഇൻഷാ അല്ലാഹ് ഹംസ ഏലാട് ഇക്ക നമ്മളൊക്കെ പ്രായമുള്ള ആളായിരിക്കും ഇൻഷാ അല്ലാഹ്. മൈക്ക് എടുത്തോളും. ചോദ്യകർത്താക്കൾക്ക് വരാം, മുസ്തഫാക്ക് ചോദ്യം ചോദിക്കാൻ വരാം. ആ സമയത്ത് ഉസ്താദ്മാര് മറുപടി നൽകും എന്ന് അറിയിക്കുന്നു. മൈക്കൽ ലീസിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم. ഏതായാലും സക്കി ഉസ്താദ് ഇന്നലെയും ഇന്നുമായിട്ട് വളരെ നല്ല രൂപത്തില് വഹാബി പ്രസ്ഥാനത്തിന്റെ പാപ്പരത്തരങ്ങൾ അല്ലെങ്കിൽ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ഇല്ലാത്ത അല്ലെങ്കിൽ നിരുപാധിക ആശയം അവർക്ക് ഒന്നുമില്ലാത്ത കാര്യങ്ങൾ, അതായത് അവരുടെ തൗഹീദിൽ പോലും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളിൽ പോലും എല്ലാത്തിലും ഖുർആന് സുന്നത്തിനെ അതുപോലെ തന്നെ നബിചര്യ എല്ലാ കാര്യങ്ങളും മഹാന്മാരെയും അതുപോലെ അത് തുടർന്നിരിക്കുന്ന ഇമാമുകളുടെയും അങ്ങനെ പറഞ്ഞു പോയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കേരളത്തിലെ വഹാബിസുകളും അതുപോലെ തന്നെ ഗൾഫ് സലഫികളും തമ്മിലുള്ള കമ്പാരിസൺ എങ്ങനെ വളരെ വിശദമായിട്ട് തന്നെ നടത്തി. കാരണം ഓരോ പേജ് അടക്കം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വഹാബികൾ എങ്ങനെയാണ്, കേരളത്തിലെ വഹാബികളുടെ ആശയങ്ങൾ എന്താണ്, അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഗൾഫ് സലഫികളുടെ ആശയം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫത്താവകളും അതുപോലെ തന്നെ പേര് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് പറഞ്ഞ കാര്യത്തില് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരുടെ 150-200ഓളം അല്ലെങ്കിൽ 220ഓളം വിഷയങ്ങളിൽ തർക്കം ഉണ്ടായിരുന്നു. സുന്നികളും അവരും തമ്മിൽ ഒരുപാട് 10-200-220ഓളം വിഷയങ്ങൾ മാത്രമേ തർക്കം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇങ്ങനെ കാലഘട്ടങ്ങൾ പോന്നുകൊണ്ടിരുന്നപ്പോൾ അത് 300-320ലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ആശയമായതുകൊണ്ട് ചിലപ്പോൾ 300ന്റെ മേലെ കവിഞ്ഞിരിക്കാം. കാരണം അത് അന്ന് ഒന്നിച്ചു നിന്നിരുന്ന കാലത്താണ് ഇത്രയും വ്യത്യാസം ഉണ്ടായിരുന്നത് സുന്നികളും അവരും തമ്മിൽ. ഇന്നാണെങ്കിൽ ഇപ്പൊ അത് ഓരോ ഗ്രൂപ്പിനും ഓരോരോ ആശയമായതുകൊണ്ട് ഓരോ ഗ്രൂപ്പിനും ചിലപ്പോൾ ഏകദേശം 100 ആശയങ്ങളുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 8-10 ഗ്രൂപ്പ് മാറിയ സ്ഥിതിക്ക് വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുടെ വ്യതിചലനങ്ങൾ എത്രയായിരിക്കും? 500-ൽ പരം കൂടുതലാകാനാണ് സാധ്യത. കാരണം അവർ തമ്മിൽ തന്നെ 8-10 ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്ക് തമ്മിൽ തന്നെ 10-300ഓളം ആശയ വ്യത്യാസങ്ങൾ. പിന്നെ അവർ സുന്നികളുടെ പേർക്കുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ അത് വേറെ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും സക്കി ഉസ്താദ് വളരെ വിശദമായി കൊണ്ട് തന്നെ ഈ കേരളത്തിലെ വഹാബികളും അതുപോലെ തന്നെ പുത്തൻ പ്രസ്ഥാനക്കാരും അവരുടെ അപ്പോസ്തലന്മാരെന്ന് പറയപ്പെടുന്ന ഗൾഫ് സലഫികളെ കുറിച്ചും അവർ തമ്മിലെ കമ്പാരിസൺ നോക്കുമ്പോൾ എനിക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ ആശയത്തിന് നേരെ ഘടക വിരുദ്ധമായി കൊണ്ടുള്ള ആശയമാണ് ഇവിടെ അവരിലേക്ക് അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യണമെന്ന് പറയപ്പെടുന്ന ഈ വിഭാഗത്തിന്റെ ആശയങ്ങൾ. അപ്പൊ തികച്ചും വ്യത്യസ്തമാണത്, തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ആശയമാണ്. പക്ഷെ അത് അവർ കേവലം ഒരു പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേവലം ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വരുമ്പോൾ അവരുമായി കൂട്ടിച്ചേരുകയും തിരിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറി അവിടെ എത്തുമ്പോൾ ഇവർ തികച്ചും വ്യത്യസ്തമായിരിക്കും അവരുടെ ആശയങ്ങൾ അവർ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വരുമ്പോൾ ഇതിനെ കൂട്ടി നിൽക്കുകയും തിരിച്ച് നമ്മളെ ഒരു ഒറ്റിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ പറയണം. കാരണം ഒറ്റിക്കൊടുക്കപ്പെട്ട ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ 2000-ലൊക്കെ ഇവരൊക്കെ ഒറ്റിക്കൊടുക്കപ്പെട്ട് ഇരയാക്കപ്പെട്ട് ഒരുപാട് പ്രതിസന്ധിയിലൊക്കെ ഇടപെട്ട ഒരാളായതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയാം ഇതിനെ കുറിച്ച്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇനി തികച്ചും നാട്ടിലെത്തുമ്പോൾ ഇവരുടെ ആശയമില്ല, ഇവർ തികച്ചും അതെ ദീർഘത്തിനോ ദിനാറിനോ അതൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ, അതിനു വേണ്ടിയിട്ട് അവർക്ക് ചെലവഴിക്കാണ്. പക്ഷെ അതൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ പറയുകയാണെങ്കിൽ. ഇന്നൊക്കെ പോയപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സുഖമാണ്, എല്ലാ കാര്യങ്ങൾക്കും സുഖമാണ്, ഒരു പ്രശ്നവുമില്ല. കാരണം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. കാരണം ഇവരെ പറ്റിച്ചുകൊണ്ട് അതായത് ഇവിടെയുള്ള നല്ല ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇവർ പൈസക്ക് വേണ്ടിയിട്ട് ദിർഹത്തിനും ദിനാറിനും റിയാലിനും വേണ്ടിയിട്ട് അവർ ഇസ്ലാമിനൊക്കെ വിറ്റഴിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെ വ്യഭിചരിച്ച്, അങ്ങനെ തന്നെ പറയണം, ഇസ്ലാമിനെ വ്യഭിചരിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോവുകയും നാട്ടിൽ ചെന്നുകൊണ്ട് അത് വേറെ അനിസ്ലാമികമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ നീക്കുകയും ചെയ്തു. അത് അങ്ങനെ തന്നെ നമ്മൾ പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ചുള്ള തെളിവൊക്കെ നമ്മളെ എല്ലാവരുടെ ഉണ്ട്.
കാരണം അന്ന് നമുക്കൊന്നും പ്രതികരിക്കാനും പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസ്ഥകളില്. കാരണം ഇവിടുന്ന് ഇവരെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഹലോ, അസ്സലാമു അലൈക്കും. ഹംസ ഏലാട് മൈക്ക് വിട്ടതാണോ? ഏലാട് ഹംസക്ക, ഹലോ ഹംസക്ക മൈക്ക് വിട്ടാണോ ചോദിച്ചോ? DC മൈക്ക് പോയത് ഹംസ, DC ഉണ്ടാവില്ലേ? എന്നാ അഡ്മിന്മാരാരെയും ഒന്ന് ബൗൺസ് ചെയ്ത് അൺബൗൺസ് ചെയ്താളി. ഇൻഷാല്ലാ കേൾവിക്കാൻ ഉസ്താദ് ഇൻഷാല്ലാ ഇപ്പൊ എത്തും. ക്ലാസ് റൂമിൽ ഉസ്താദ് വിളിച്ചിരുന്നു. എന്താ ക്ലാസ് ലൈവൊക്കെ കഴിഞ്ഞോ ചോദിച്ചിട്ട് ഉസ്താദ് വിളിച്ചിരുന്നു. ഇപ്പോ ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഉസ്താദ് പത്തും പുറത്താന്ന് പത്തുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ലാ മുജാഹിദ് പ്രസ്ഥാനക്കാരെ അല്ലെങ്കിൽ സുന്നികൾ തന്നെ നമ്മുടെ പ്രവർത്തകർ ആരെങ്കിലും വല്ല ഈ പറഞ്ഞില്ലോ അല്ല എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇൻഷാല്ലാ ഉസ്താദ് മറ്റു ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും. ഉസ്താദ് കോഴിക്കോട് മർക്കസ് പോയതാണെന്ന്, ഉച്ചക്ക് വീഴും പോയിണ് മർക്കസ്. മറ്റു ഉസ്താദന്മാര് ഒക്കെ ഇൻഷാല്ലാ കേൾവിക്കാർ ഉസ്താദ് ഇപ്പൊ എത്തും. അതുപോലെ നമ്മളെ എംസേരാട്ടിനെ പോലെ ആളുകൾ മൈക്കിലേക്ക് ഒന്ന് സംസാരിക്കാം. നമ്മളെ കീശേരി ഉസ്താദൊക്കെ നല്ല സംസാരിക്കുന്നുണ്ട്. നല്ല പ്രസംഗം തുടങ്ങിയ ഉസ്താദിന്റെ മുമ്പൊക്കെ സംസാരിച്ചപ്പോ അടിപൊളി പ്രസംഗം. ഇപ്പൊ കീശേരി ഉസ്താദിന്റെ പ്രഭാഷകനായതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നി ഞാനിന്ന് സംസാരിച്ച ശീലായാലും എനിക്കും തുടങ്ങാനുള്ള പ്രഭാഷണം തുടങ്ങാൻ ഇങ്ങനെ തോന്നിയോണ്ട് ഞാനിങ്ങനെ മൈക്കിലേക്ക് വന്നത്. ഏതായാലും വഹാബി പ്രസ്ഥാനക്കാരെന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന്റെ റസൂല് നമ്മോട് ഉണർത്തിയ ആ പുത്തനാശയക്കാരുണ്ടല്ലോ, ആശയം അവസാന കാലത്ത് വരുന്ന ആ വിഭാഗം അവർ തന്നെയാണ് നമുക്ക് പൂർണ്ണർപ്പാണ്. കാരണം ഇവർ ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാല് ഭാവി ഇൻഷാല്ലാ തീരുമാനിക്കും. മുസ്തഫ എന്താ മൈക്കിലേക്ക് ഒന്നൂടെ കേൾവിക്കാസ്താക്ക് പത്തും. നമ്മളെ ബാവാമീർ എത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ. വലൈക്കും അസ്സലാം ബാവാമീർ. സലാം നേരെ പബ്ലിക്കിനെ കൊടുത്താൽ എല്ലാവർക്കും സലാം മറക്കാം, എല്ലാവരും സലാം കിട്ടുമല്ലോ. ഏതായാലും ഇൻഷാല്ലാ ബാവാമീർ എത്തിയിട്ടുണ്ട്. കേൾവിക്കാസ്താത് ഇപ്പൊ എത്തും. എല്ലാവർക്കും ഇൻഷാല്ലാ ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണവും ഒക്കെ കിട്ടും. നിങ്ങൾ ഇനി പ്രസംഗം പഠിക്കണ്ട, നിങ്ങൾ ഉള്ള പ്രസംഗം ഇല്ലാതാക്കാൻ ഞാൻ മതി. നിങ്ങൾ കുറെ പ്രസംഗിച്ചാണല്ലോ ഭാവക്ക നാട്ടില്. അപ്പൊ നിങ്ങൾ എന്താക്കണ്ട, ഇല്ലാതാക്കണ്ട. ഇടക്കെന്ന് മൈക്കെടുത്ത് കണ്ട് AT കരിമ്പ് നിങ്ങളെ കുറെ നോക്കിയിരുന്നു ഇവിടെ. പക്ഷെ മോൻ ആള് പോയി. ബാബാമീർ ഇല്ലാത്തോണ്ടായിരിക്കാൻ പോയതെത്തിയ. നിങ്ങളുടെ ഒന്നിച്ച് വരുന്ന സമയത്ത് ആയതുകൊണ്ട് നിങ്ങളെ കാണാത്തോണ്ടില്ല മൂപ്പര് വണ്ടി വിട്ടതാവും. ഏതായാലും ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുക എന്നതാണ് ഇവരുടെ മെയിൻ അജണ്ട. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ വായിക്കാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താണ്? തൗബ സൂറത്ത് നമുക്കറിയാം. വല്ലാഹു റസൂലുഹു അഹഖു അൻ യുർദൂഹ്. തൃപ്തി കാംക്ഷിക്കാനും തൃപ്തിപ്പെടുത്താനും ഏറ്റവും ബന്ധപ്പെട്ട അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ഹബീബിന്റെ തൃപ്തിയുമാണ് നാം കാംക്ഷിക്കേണ്ടതെന്നും അതാണ് ലോക മുസ്ലിങ്ങളുടെ ചര്യയെന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനക്കാർ പറയുന്ന കണ്ടുപിടികൾ അവര് അവരുടെ വാർവാലകളിൽ പഠിപ്പിക്കുക. ഒന്ന് വായിക്കാൻ ഒന്നല്ല ധാരാളം ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വായിക്കാം. ഞാനിപ്പോ വായിക്കുന്നത് സൽസബിൽ മാസിക പുസ്തകം 2 ലക്കം 4 1984 ഒക്ടോബറിലാണ്. അതിലൊരു തലക്കെട്ട് എന്താണ്? കൊടിയ ശിർക്ക് എന്ന്. ഹെഡിങ് കൊടിയ ശിർക്ക്. കെ ഉമർ മൗലവി. നമ്മുടെ കുതിച്ചില്ലേ, സ്വർഗത്തിലേക്ക് കുതിച്ച ചേതന എന്നറിയില്ലേ, പഴഞ്ചക്കിയിലെ കുരു തെറിക്കണ ഒരൊറ്റ തെറിക്കാതെ. ശ്രോതാക്കളെ നിങ്ങൾ കേൾക്കണ ചിരിക്കണം, ചിരിക്കുക അല്ലെങ്കിൽ കരയാണെങ്കിൽ എന്തേലും നമ്മളാ ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ കൈവക്കി ഒന്നോളൂ കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എന്റെ നെറ്റിൽ മൈക്ക് പോയെന്ന് അറിയില്ല. നിങ്ങൾ ഉണ്ടാണ്ടിരുന്നാല് നേരത്തെ മുസ്തഫ പറഞ്ഞാരി എല്ലാരും ഉറങ്ങിയ ചിലവര്. കൊടിയ ശിർക്ക് എന്നാണ് മുമ്മൂലി പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 22/1/84 ചന്ദ്രികാ പത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്നൊരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു. നമ്മൾ മുഴുവലി പറയട്ടാ. ആ വാചകം ഭയങ്കര വിഷമം ഇവർക്ക് ഉണ്ടാക്കിയത്. പണ്ഡിതന്മാർ മിക്കവാറും അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരും ചിലർ മൗനാനുവാദം നൽകുന്നവരുമാണ്.
ഈ നിലയിലായാൽ ഈ സമുദായം എവിടെ എത്തുമെന്ന് ആലോചിക്കുമ്പോൾ അസഹ്യമായ വിഷമം അനുഭവപ്പെടുന്നു. നമ്മളെ മറുപടിക്ക് ഭയങ്കര വിഷമം. പ്രവാചകന്മാരുടെയും മറ്റു പുണ്യാത്മാക്കളുടെയും സമാധികളിൽ ചെന്ന് അനുഗ്രഹം തേടുക എന്നത് യഹൂദികൾ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ എന്നിവരുടെ ദുർനടപടിയാകുന്നു. യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും ദുർമാർഗങ്ങളെ ഈ സമുദായം ശരിക്ക് പിന്തുടരുമെന്നുള്ള പ്രവാചകരുടെ താക്കീത് എത്ര ഗുരുതരം! നെല്ലിക്ക, അത് നെല്ലിക്ക കുറച്ച് വൈദ്യ ഷോപ്പ് പോയിട്ട് ഉണങ്ങി നെല്ലിക്കുന്ന പൊടിച്ച് തലയിട്ടാണ് എപ്പൊ തീരുമാനമൊക്കെ. വൈദ്യക്കടി പോയിട്ട് നെല്ലിക്ക കഷായം ഒന്ന് കുറച്ച് കുടിക്കുക, നെല്ലിക്ക അരച്ചിട്ട് ഒന്ന് തലയിൽ തേക്കുക, അപ്പൊക്കെ തണുപ്പ് കിട്ടും കേട്ടാ. സൂക്ഷിച്ചു കൊള്ളണം എന്ന ശാസനയാണ് ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞു ശരിക്ക് ക്രിസ്ത്യാനികളുടെയും ദുർമാർഗങ്ങളെ സമുദായം ശരിക്ക് പിന്തുടരുമെന്നുള്ള പ്രവാചകരുടെ താക്കീത് എത്ര ഗുരുതരം! സൂക്ഷിച്ചു കൊള്ളണം എന്ന ശാസനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം, ഇനി പറയാം ചന്ദ്രികയിൽ വന്ന വാചകം അദ്ദേഹം പറയട്ടോ. ബഹളമയമായ പാശ്ചാത്യ ലോകത്തില് 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത് കേട്ടോ. ഈ വാചകം ഭയങ്കര വിഷമമുണ്ടാക്കി നമ്മുടെ കുമാർ മൗലവിക്ക്. എന്തുണ്ടാക്കി? ഭയങ്കര വിഷമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബഹളമയമായ പാശ്ചാത്യ ലോകത്തിലെ 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. ഇത് കൊടുത്ത ശേഷം ഉമർ മൗലവി പറയുന്ന വാചകം നല്ലോണം ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം പറയുന്നത് എന്താണ്? മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്ക്. കാരണം ഈ ശിർക്ക് മനുഷ്യർ ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്, ബിംബാരാധന അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെയും മുശ്രിക്കാക്കിയാണ്. അങ്ങനെ എന്താണ് സിയാറത്തിന് പോയി റസൂലുള്ളാഹിന്റെ ആ സവിധത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ശാന്തിയും അദ്ദേഹത്തിന് മനസ്സമാധാനവും അദ്ദേഹം പറഞ്ഞതിന് ആ റിപ്പോർട്ട് ചന്ദ്രയിൽ 22/1/84 വന്നപ്പോൾ അത് നമ്മളെ മൗലവി സാഹിബിന് തീരെ പിടിച്ചില്ല. അപ്പൊ അദ്ദേഹം പറയാണ് എന്ത്? മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്ക്. എങ്ങനെ ഉണ്ട് ഇപ്പോ? ശിർക്ക് ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കണം. ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുക, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്നവർ മുശ്രിക്കാക്കുക, ഇതാണ് അവരുടെയൊക്കെ പതിവ്. അല്ലാഹു എന്താ പറഞ്ഞത്? വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർലു. അല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങൾ തൃപ്തി കാക്ഷിക്കാനും തൃപ്തിപ്പെടുത്താനും ഏറ്റവും ബന്ധപ്പെട്ടത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുന്റെ ഹബീബ് അന്ന് നമ്മെ പഠിപ്പിച്ചു. എന്തേ പറഞ്ഞത്? അൽ ഈമാനു യർജു ഇലൽ മദീന കമാ തർജുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ എന്ന് റസൂലുള്ളാഹി ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചല്ലോ. ഒരു ഈമാനുള്ള ആളുകളുടെ മനസ്സ് എപ്പോഴും മദീനത്തായിരിക്കും, മദീനയിലേക്കായിരിക്കും അവരുടെ മനസ്സ് എപ്പോഴും. ഒരു പാമ്പ് തന്റെ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി ഇരയെ തേടി തിരിച്ച് മാളത്തിലേക്ക് മടങ്ങാനുള്ള എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, തിരിച്ചു പോകാനുള്ള അദ്ദേഹത്തിന്റെ ആ പാമ്പിന്റെ അവസ്ഥ എങ്ങനെ? അതുപോലെയാണ് മനുഷ്യൻ എപ്പോഴും ഈമാനുള്ള വ്യക്തി മദീനയിലേക്കായിരിക്കും അവന്റെ ചിന്ത. ആ വ്യക്തിയുടെ ഈമാൻ എപ്പോഴും മദീനയിലേക്കായിരിക്കും മടങ്ങുക എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ച ഇമാമുകളൊക്കെ പറഞ്ഞെന്താണ്? ഇമാമുകളൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. ഈമാനുള്ള എല്ലാ ആളുകളും, ഇസ്ലാമികപരമായി ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും മനസ്സ് എപ്പോഴും മദീനയിലേക്ക് കൊതിച്ചുകൊണ്ടേയിരിക്കും എന്ന് വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നു,
ഇതെല്ലാം എല്ലാ സമയത്തുമാണ്. നമ്മളെ നമ്മളെ കാലത്തും അങ്ങനെ തന്നെയാണ്. സിയാറത്ത് ഖബ്രി ഷരീഫ്, അള്ളാഹുന്റെ ഹബീബിന്റെ ഖബ്ർ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയും തബറുകി ബി ആസാരിഹി വമശാഹിദിഹി വആസാരി സ്വഹാബത്തി, ലോക മുഅ്മിനീങ്ങളൊക്കെ മദീനയിലേക്ക് പോകാനും അവിടെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ആ പൊരുത്തം ആഗ്രഹിക്കാനും അവിടുത്തെ ഖബ്ർ ഷരീഫ് സിയാറത്ത് ചെയ്യാനും അവിടുത്തെ ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാനും അവിടുത്തെ മഷഹദുകളൊക്കെ കാണാനും സ്വഹാബത്തിന്റെ ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാനും ഒക്കെ കൊതിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫലാ യഅ്തിഹ ഇല്ലാ മുഅ്മിനുൻ, മദീനയിലേക്ക് സത്യവിശ്വാസി അല്ലാതെ പോവുകയില്ല, അവിടേക്ക് സത്യവിശ്വാസികൾ പോവുകയില്ല. അത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനക്കാർ മദീനയിലേക്ക് പോലെ അങ്ങനെ സുന്നത്ത് ഒരു കർമ്മ ചെയ്യായി. അതെന്തിനാ നമ്മളെ സലാം സലീം ഇന്ത്യ പറഞ്ഞത്? ഞാൻ നമ്മളെ ഏത് മൗലവിനെ കാണാൻ പോയത്? അഷ്റഫ് മൗലവിനെ കാണാനോ മദീനത്ത് പോയെന്ന് പറഞ്ഞത്, അല്ലാതെ മദീന കാണാനോ മസ്ജിദിൽ നിസ്കരിക്കാനോ ഒന്നല്ല. ഞാൻ മദീനത്ത് പോയത് അഷ്റഫ് മൗലവിയെ കാണാനാണ്. അതാ പറഞ്ഞത്. ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കി റസൂലുള്ളാഹിന്റെ സിയാറത്ത് ചെയ്ത പൊരുത്തം കാണിച്ച ഒരു വ്യക്തിയെ കൊടിയ മുശ്രിക്കാക്കി അതിനേക്കാളും നല്ല ബിംബാരാധനയാണെന്ന് പറഞ്ഞാണ് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലിൽ 1984 ഒക്ടോബർ ലക്കത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനിത് ആരെങ്കിലും മുജാഹിദീങ്ങൾക്ക് ഇത് ഇങ്ങനെ എതിരഭിപ്രായം പറയാൻ മാട്ടാ, ഞാൻ ഒറിജിനൽ കോപ്പി കൈ പിടിച്ചിട്ടാ പറഞ്ഞത്. കോപ്പിയൊക്കെ തരാം. ഇത് എഴുതിയത് പുസ്തകം 2 ലക്കം 4 1984 ഒക്ടോബർ ലക്കത്തിലുള്ള സൽസബീലിന്റെ 49ാമത്തെ പേജിൽ നിന്നാണ് വായിച്ചത്. ഇങ്ങനെ ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുക എന്നതാണ് അവർക്ക് പണി. അല്ലാതെ സത്യസന്ധമായ ഒരു ആശയമോ വിശുദ്ധ ഖുർആന് തിരു സുന്നത്ത് അടക്കമുള്ള ഏതെങ്കിലും പ്രമാണങ്ങളോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ആശയത്തിനും ഇല്ല എന്നത് എല്ലാവർക്കും സുതരാൻ വ്യക്തമാകും. ഇൻഷാ അല്ലാഹ് ഗളിവിക്കാൻ ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വരും. അപ്പൊ നമ്മളെ പ്രവർത്തകർക്കൊക്കെ സജീവമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ ആവേശമുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും അതിൽ അടിയുറച്ച് ജീവിച്ച് അന്ത്യം വരെ നിലനിൽക്കാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കേൾവിക്കാൻ ഉസ്താദിന് വേണ്ടി ഞാൻ മൈക്കൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹലോ, വക്കീൽ ഉസ്താദ് ഒന്ന് ഇടക്ക് മൈക്കിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക, അത് വളരെ ഉപകാരപ്രദമാണ്. ഉസ്താദിനും ശ്രോതാക്കൾക്കും എല്ലാവർക്കും. റാഹത്തായി. അൽഹംദുലില്ലാ. മറ്റേത് ഉസ്താദ് അങ്ങനെ റൂമിലങ്ങനെ ഇരിക്കും, നമുക്ക് ഇങ്ങനെ കിതാബിന്റെ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വാരിക്കോരി തരുന്നല്ലാതെ ഒന്നും പറയില്ല. അപ്പൊ അത് കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ശീലിച്ചാല് എല്ലാവർക്കും അത് വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു തആല ഉസ്താദിന്റെ ഇൽമിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പിന്നെ ഇപ്പോ കുറച്ച് നേരത്തെ ഒരു വാട്സപ്പിലൊരു മരണപ്പെട്ട റിപ്പോർട്ട് കിട്ടി. അപ്പൊ അത് നേരത്തെ കഴിഞ്ഞതാണോ പുതിയതാണോ എന്നറിയില്ല. വാട്സപ്പിൽ അങ്ങനെ ഒന്നുണ്ടല്ലോ, ചിലതൊക്കെ വളരെ പഴയതായിരിക്കും. അതായത് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, ചിലര് കിട്ടിയവർ ഇങ്ങനെ കൈമാറി വരുമ്പോഴേക്ക് ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, പഴയതായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ കുറെ ആളുകൾ റൂമിലുള്ളത് കൊണ്ട് ഇവിടെ ചോദിച്ചാൽ അറിയാലോ എന്നുള്ള ഇലക്കാണ്. നമ്മുടെ അരീക്കോടിനടുത്ത കുനിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സജീവ സുന്നി പ്രവർത്തകൻ, അദ്ദേഹം മർക്കസിന്റെ പഴയ ഞങ്ങളാ ഏരിയയിലൊക്കെ റിസീവറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് കണ്ടു. അത് സുഹൃത്തുക്കളെ, നിങ്ങളാരെങ്കിലും അറിയോ?
കുനിയില് അഹമ്മദ് കുട്ടി മുസ്ലിയായിരുന്നു. ശ്രോതാക്കളിന്റെ ശബ്ദമൊന്നും കേൾക്കണില്ല ആരും. ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹം മരണപ്പെട്ടു എന്ന് കണ്ട് ഒരു റിപ്പോർട്ട് ഒരാള് ഇങ്ങനെ, അപ്പൊ അത് എന്റെ 2 ദിവസം അയക്കണം അല്ലേ? 2 ദിവസം അയക്കണ? അതെ, മർക്കസിന്റെ റിസീവറായിരുന്നു. 2 ദിവസം മുമ്പ്. ശരിയാ, 2 ദിവസമായി മരണപ്പെട്ടിട്ട്. ഇന്നാലില്ലായോ ഇന്നായിലേക്ക് റാജിഊൻ. ഞങ്ങൾ ആ ഏരിയയിലൊക്കെ സ്ഥിരമായി വരാറുള്ള ആളായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായി വരുന്ന കക്ഷിയായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ പരലോകം സന്തോഷമാക്കി കൊടുക്കട്ടെ. വളരെ ആത്മാർത്ഥമായി നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി, വിശിഷ്യ മർക്കസിനു വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു. ഓക്കെ. ബാവാ മേറ. ഏതായാലും അല്ലാഹു തആല വളരെ പ്രായമുള്ള ആൾ തന്നെയാണ്. പ്രായവും നരച്ച വലിയ താടിയൊക്കെ ഉള്ള ആൾ തന്നെയാണ്. കുനിയില് സ്വദേശിയാണ് അദ്ദേഹം. മുസ്ലിയാർ പണ്ഡിതനാണ്. മർക്കസിന്റെ പഴയ റിസീവറായിരുന്നു. പിന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷാക്കി കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മയ്യിത്ത് നിസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. പിന്നെ ഇവിടെ ജക്കി ഉസ്താദ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നെല്ലിക്കൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ടെസ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നു. നെല്ലിക്കൊക്കെ ഒന്ന് ടെസ്റ്റ് അടിച്ചിരുന്നൊന്ന് മൈക്കിലൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരുന്നു. വേറെ ആരൊക്കെ പച്ചക്കറികൾ, വേറെയൊക്കെ നെല്ലിക്ക അല്ലാത്ത വേറെ ചില പച്ചക്കറികളും മറ്റൊക്കെ കായ്കനികളൊക്കെ റൂമിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവർക്കൊക്കെ മൈക്കിൽ വരാവുന്നതാണ്. മൈക്കിൽ വന്ന് അവരുടെ നിലപാടുകൾ പറയാവുന്നതാണ്. ഇവിടെ ജക്കി ഉസ്താദ് വായിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കി അതിൻ്റെ ഒരു കടുപ്പം. ഇവരുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവി ഒരു അമേരിക്കൻ തീർത്ഥാടകൻ, ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി KSL വന്ന ഒരു അമേരിക്കൻ മുസ്ലിം, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തിയപ്പോൾ അവിടെ നിന്നുണ്ടായ മനഃശാന്തിയും സമാധാനവും അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് 84-ൽ ചന്ദ്രിക അത് എഴുതിയപ്പോൾ, ചന്ദ്രികയിൽ ആ ലേഖനം വന്നപ്പോൾ അതിന് അസഹിഷ്ണുതയോ അസഹ്യതയോ പ്രകടിപ്പിച്ചത് ഒരു അമുസ്ലിമായിരുന്നില്ല. മുസ്ലിങ്ങളെ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പുതിയ തൗഹീദുമായി വന്ന കെ ഉമർ മൗലവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രീതി ഉദ്ദേശിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞിട്ടുള്ളത്. ജക്കി ഉസ്താദ് അതിനെ സംബന്ധിച്ച് എന്തോ ഒന്നുകൂടി പറയാനുണ്ട് തോന്നുന്നു. ഉസ്താദ് കൈപൊക്കിയിട്ടുണ്ട്.
അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദീനയിൽ എത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തുന്ന ഏത് മുഅ്മിനിനും ആ മാനസികമായ പ്രത്യേക അനുഭൂതി അത് അനുഭവപ്പെടാതിരിക്കില്ല ഈമാൻ ഉണ്ടെങ്കിൽ. ഇതിലൊരുപാട് ആളുകൾ മദീനയിൽ പോയവരുണ്ടാവും, ഇല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? തീർച്ചയായും ലോകത്ത് എവിടെ എത്തുന്നതിലും ഏതൊരു സ്ഥലത്ത് നാം എത്തിച്ചേരുന്നതിലും നിന്നും വ്യത്യസ്തമായി വല്ലാത്തൊരനുഭൂതി വല്ലാത്തൊരനുഭൂതി ഏതൊരു ഈമാനുള്ള മുഅ്മിനിനും അനുഭവപ്പെടും. ആ അനുഭവപ്പെട്ട വിവരം ഒരു അമേരിക്കൻ തീർത്ഥാടകൻ പറഞ്ഞപ്പോൾ അതിൽ പോലും ശിർക്കും കുഫറും കണ്ടെത്തിയ കെ ഉമ്മർ മൗലവിക്ക് തൻ്റെ നാട്ടുകാർക്കും മലയാളികൾക്കും മൊത്തത്തിലും എന്നും ഒരു കുഫർ കാണാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയത് അതേ കെ ഉമ്മർ മൗലവിയുടെ സ്വന്തം പുത്രനിലൂടെ തന്നെ. അതിന് നമുക്ക് പാഠമുണ്ട്, ചിന്തിക്കാൻ വകുപ്പുണ്ട്. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സന്താന പരമ്പരയെയും എല്ലാം അത്തരം അത്യാപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സക്കി ഉസ്താദിന് എന്തോ ഒന്നുകൂടി പറയാനുണ്ട്. ഉസ്താദിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഞാനിവിടെ ഇനി 12-12:15 പിന്നെ ചോദ്യകർത്താക്കളൊന്നും ഇല്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും മൈക്കിൽ വരാം. ബാവാമീറൊക്കെ താഴെയുണ്ട് എന്നറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഉസ്താദ് വാട്സപ്പിൽ വന്ന ഒരു മരണത്തിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഇന്ന് ഉച്ചക്കാണ് മരണപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സിദ്ദീഖ് ഇർഫാനുടെയും സലാം ഇർഫാനുടെയും ഒപ്പയാണത്. സലാം ഇർഫാൻ അബുദാബിയിലുണ്ട്. അബുദാബിയിൽ ഇപ്പോൾ ആള് വിളിച്ചിരുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതായിരിക്കുന്നില്ല, പക്ഷെ എനിക്ക് ബോധ്യമില്ലാതെ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ആള് വിളിച്ചിരുന്നു അവിടുന്ന്. ഇന്ന് ഉച്ചന്റെ ശേഷം മരണപ്പെട്ടത്. നാളെ രാവിലെ മറവ് ചെയ്യുള്ളൂ, മറവ് ചെയ്തിട്ടില്ല, നാളെ 8 മണിക്ക് ശേഷം മറവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സിദ്ദീഖ് ഇർഫാൻ അബുദാബി മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ സൗദിയിലാണുള്ളത്. മൂപ്പർ അനിയൻ ഇപ്പൊ അബുദാബിയിലുണ്ട്, സലാം ഇർഫാനി. അവരുടെ പിതാവാണ്. അത് 2 ദിവസം മുമ്പല്ല, ഇന്ന് ഉച്ചക്കാണ് മരണപ്പെട്ടത്. ജുമാക്ക് ശേഷമാണ്. ആളോട് വിളിച്ചിരുന്നു അബുദാബിന്ന്. സിദ്ദീഖ് വികാസ് അത് പറഞ്ഞ് ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അത് പറയാൻ വേണ്ടി മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ള ആളുകൾക്കും വരാം, മുജാഹിദുകൾക്കും വരാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈറ. അല്ല, ഇവിടെ ആരോ അടിച്ചിങ്ങനെ 2 ദിവസമായി എന്നുള്ളത്, അത് ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഒരു നല്ല ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള ഒരു പ്രായം ചെന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നു. നമ്മളേറ്റൊക്കെ വളരെ അടുപ്പവും ബന്ധുവായിരുന്നു. വീട്ടിൽ സ്ഥിരമായി വരാറുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഇടപഴകാറുമുണ്ട്. അദ്ദേഹം അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്യാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇനി ആരെങ്കിലുമൊക്കെ ചോദ്യകർത്താക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മൈക്കിൽ വരാം. പക്ഷെ ആരും വരാനുള്ളൊരു സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ചും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അവരുടെ എല്ലാ ആശയങ്ങളും അത് പൊളിഞ്ഞ് പാളീസായിരിക്കുക, തകർന്ന് അടിഞ്ഞിരിക്കുകയാണ്. അത് അവർക്ക് തന്നെ ബോധ്യമുണ്ട്.
അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ പോലെ ആശയം തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റം, മനക്കരുത്ത് മുജാഹിദിന്റെ എല്ലാ ഗ്രൂപ്പിലുള്ളവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്, അതൊന്നിപ്പോൾ വിശദമായിട്ട് ഇപ്പോൾ പറയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് KSM ഉസ്താദും അതുപോലെ ദക്കി ഉസ്താദും ഒക്കെ കൈപൊക്കിയിട്ടുണ്ട്. എല്ലാവർക്കും മൈക്കിൽ വരാവുന്നതാണ്. ആശയപരമായ ചർച്ചയുടെ സമയമാണ്. സംശയങ്ങൾ ദൂരീകരിക്കാൻ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ, അതിനൊക്കെയുള്ള ഒരവസരമാണ്. ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ വായിച്ചു വന്ന പുസ്തകം ഉസ്താദ് ഒരു പുസ്തകം കണ്ടിട്ടില്ല. ഞാനൊരു നേരത്തെ ഒരു വായിച്ചിരുന്ന വിഷയം, മുജാഹിദിന്റെ മൗലവി പറഞ്ഞ ഒരു വിഷയം, അത് ഉസ്താദ് ഇന്ന് മനസ്സിലാക്കിയത് നല്ലതാണ് ഓർമ്മയിൽ. അവരൊരു വിഷയം ഞാൻ വായിക്കാം ഉസ്താദ്. ഒരു വിഷയത്തിൽ ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായ വിധി ഇല്ലെങ്കിൽ, വിധി കണ്ടില്ലെങ്കിൽ നല്ലടാ, വിധി ഇല്ലെങ്കിൽ ഒരു തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു വിഷയത്തിൽ ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായ വിധി ഇല്ലെങ്കിൽ അതിൽ മത നിയമമില്ലെന്നും അക്കാര്യത്തിൽ വേണ്ടത് പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് ളാഹിരി നിലപാട്. ഏതാണ്ട് ഇത് തന്നെയാണ് സലഫി നിലപാടും. ഒരു വിഷയത്തിൽ ഖുർആൻ വിധി ഇല്ലെങ്കിൽ, വിധി ഇല്ലാത്ത ഖുർആനിൽ വിധി ഇല്ലാത്ത കുറെ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ മുജാഹിദിന്റെ ആശയത്തില്. അപ്പൊ അത് വിധി ഇല്ലെങ്കിൽ അതിന് വിധിയില്ല, മതവിധി ഇല്ല, മത നിയമമൊന്നും ഇല്ല. അതിന് അക്കാര്യത്തിൽ നമുക്ക് തോന്നിയത് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇത് ളാഹിരിയാക്കളും അങ്ങനെ തന്നെയാണ് സലഫിയോളും എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് യോധ പ്രസിദ്ധീകരിച്ച മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിന്റെ 108 പേജിൽ നിന്നാണ് വായിച്ചത്. അത് ഉസ്താദ് കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചില വിഷയങ്ങളൊക്കെ വായിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് KSM വന്നിട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വൈരുദ്ധ്യങ്ങളുടെ കൂടാരം പൊളിച്ച് അടക്കുകയാണ് നമ്മളുടെ സക്കി ഉസ്താദ് ചെയ്തത്. അൽഹംദുലില്ലാഹ്, വളരെ റാഹത്തായി. ഉസ്താദെ, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പിന്നെ സ്ത്രീ പള്ളി പ്രവേശനം അതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടന്നപ്പോ ഒരു വഹാബി പറയുണ്ടായി, പിന്നെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ചെയ്തതായി സ്ഥിരപ്പെട്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയ വിഡ്ഢിത്തരമാണ്. അവർ ചെയ്തതായി കണ്ടാൽ മാത്രമേ ചെയ്യൂ എന്ന് വാശി പിടിച്ചാൽ അവർ ഇസ്ലാമിൽ പെട്ടവരല്ല, അവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് എന്താണ് ഉസ്താദ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വിശദീകരിക്കാനുള്ളത് എന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു. കേട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നേരത്തെ സക്കി ഉസ്താദ് വായിച്ചത് അതിനെ പ്രതികരിക്കാനേ എനിക്കൊരു ചെറിയൊരു തകരാറ് സംഭവിച്ചു. നമ്മളെ കീബോർഡ് ചത്തിരിക്കണം. അപ്പം അത് കാരണം ഒന്നും ടൈപ്പ് ചെയ്യാൻ വയ്യ. ഇനിയിപ്പോൾ കീബോർഡ് വേറെ വാങ്ങിയിട്ട് വേണം. ഇപ്പം കീബോർഡ് ഇല്ലാത്ത പരിപാടികളെ നടക്കണുള്ളൂ, ഉപയോഗിക്കാത്ത. ഇതല്ല ജിന്ന് കയറിയതല്ല, അതിൻ്റെ വയറൊരു ഭാഗത്ത് അങ്ങനെ ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നുണ്ട്, അത് കട്ടായതാണ്. അപ്പം അത് കാരണം ടൈപ്പ് ചെയ്യാൻ വയ്യ ഉസ്താദെ. കേട്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർമ്മയില്ല, പിന്നെയും ടൈപ്പ് ചെയ്യാണ്. അപ്പോഴാണ് ഒന്നും വരാത്തത്. അപ്പോഴാണ് ഓർത്തത് ഇത് തകരാറാണല്ലോ വന്നത്. അപ്പോൾ ഏതായാലും ഖുർആനിലും സുന്നത്തിലും കാണാത്ത, മുജാഹിദീങ്ങൾ കാണാത്തതൊക്കെ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അതാണത്ര അവരെ മതം. പിന്നെ ളാഹിരിയാക്കളുടെ നിലപാട് തന്നെയാണ് അവർക്ക് സലഫികൾ എന്ന് പറയുന്ന ഈ പുത്തനാശയക്കാർക്കുമുള്ളത് എന്നാണ് ഉസ്താദ് നേരത്തെ വായിച്ചത്. അത് കറക്റ്റാണ്. ആ ആയത്ത് ഹദീസുകൾ മുത്തശാബിഹാത്തിൻ്റെ ഒക്കെ ലാഹിർ അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്നും അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്നും
എന്നൊക്കെ വാദിക്കുന്നത് അതുകൊണ്ടായിരിക്കണം. ഏതായാലും ഇരിക്കട്ടെ, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സന്ദർഭങ്ങളിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ അത് ഞാൻ കേട്ടിട്ടില്ല ഉസ്താദ് വായിച്ചത്, പിന്നെ അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുമില്ല. ഉസ്താദ് അതിൻ്റെ കോപ്പി ഒന്ന് മെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ ഉപകാരമായിരുന്നു. പിന്നെ കേസം ഉസ്താദ് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞ പള്ളി പ്രവേശനം എന്ന് പറഞ്ഞ ആ പ്രയോഗം അത് നമ്മൾ ഒഴിവാക്കണം എന്നാണ് ഒരപേക്ഷ. അത് ഈ മുജാഹിദുകൾ പറയുന്നത് പോലെ അല്ല, മുജാഹിദുകൾ പറയുന്നത് ചിലത് നമ്മൾ അറിയാതെ ഏറ്റു പറഞ്ഞു പോണ കൂട്ടത്തിൽപ്പെട്ടതാണ്. കേട്ടാ തോന്നും പള്ളിയിൽ പ്രവേശിക്കണീന്, പെണ്ണുങ്ങൾ പള്ളിയിൽ പ്രവേശിക്കണീന് ഈ സുന്നികള് എതിരാണ്. അങ്ങനൊന്നില്ല. അപ്പൊ പള്ളിപ്രവേശനം എന്നൊരു വിഷയം തർക്കമുള്ള വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അത് മുജാഹിദുകൾ ഈ വിളിച്ചു പ്രാർത്ഥന ആണല്ലേ എന്ന മാതിരി അവരുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. പള്ളി പ്രവേശിക്കാൻ പാടില്ല പെണ്ണുങ്ങൾ എന്നൊരു വാദം സുന്നികൾക്കില്ല, മുസ്ലിം ലോകത്ത് ആർക്കുമില്ല. പള്ളിയിൽ പ്രവേശിക്കുന്നുണ്ട്, പള്ളിയിൽ നടക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മക്കയിലും മദീനയിലും, മക്കയിൽ ഹജ്ജ് തവാഫിന് വേണ്ടിയിട്ട് നിർബന്ധമായി പള്ളിയിൽ കയറേണ്ടി വരും. കാരണം പള്ളിയിൽ കയറാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, പള്ളിയിൽ പ്രവേശിക്കാതെ മത്താഫിലെത്താൻ സാധ്യമല്ല. അപ്പോ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു വാദം, അല്ലെങ്കിൽ പള്ളിയിൽ കയറുക എന്നുള്ളതൊരു കുറ്റാണ് എന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്ന് അറിവില്ലാത്ത ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടവരും. സ്ത്രീകളെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നല്ലൊരു ശതമാനം, മഹാഭൂരിപക്ഷവും ഇസ്ലാമിനെ കുറിച്ച് കാര്യമായ ഒരറിവുമില്ലാത്തവരാ. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താനും ഒക്കെ അത് കാരണമാവും. അപ്പൊ ഒന്ന്, അത് നമ്മുടെ സുന്നി പ്രവർത്തകരൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകള് അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പള്ളിയിൽ പോകുന്നത് അത് പാടില്ല എന്നാണ്, അവിടെയാണ് തർക്കമുള്ളത് എന്ന് മനസ്സിലാവണം. ആ രൂപത്തിലായിരിക്കണം എന്ന് ഞാൻ എല്ലാ സുഹൃത്തുക്കളെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആള് ചെയ്തെങ്കിലേ ഇസ്ലാമിലൊരു കാര്യം സ്ഥിരപ്പെടുകയുള്ളൂ, അങ്ങനൊന്നില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു അതാണ്. അതേസമയം മുജാഹിദുകളാണ്, ജമാഅത്തുകാരാണ്, അതുപോലെ പുത്തനാശയക്കാരാണെന്ന് പറയല് വിശുദ്ധ ഖുർആനിൽ പച്ചയായ ഒരു കാര്യം പറഞ്ഞാലും ഹദീസിൽ വ്യക്തമായി വന്ന കാര്യമാണെങ്കിലും അവരുടെ ആശയത്തിന് നിരക്കാത്തതാണെങ്കിൽ അവരാണ് സാധാരണ ചോദിക്കാറുള്ളത്, അത് ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തോ, അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തോ എന്നുള്ള ചോദ്യം അവരാണ് ചോദിക്കാറുള്ളത്. അത് അവരുടെ ആശയമാണ്. നമുക്കങ്ങനെയല്ല. നമുക്ക് ഖുർആൻ, സുന്നത്ത് അഥവാ ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്, ഇത് 4മാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ പ്രമാണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, പഠിച്ചിട്ടുള്ള പ്രഗത്ഭരായ മഹാന്മാരായ അയിമ്മത്ത് എന്ത് പറഞ്ഞു അതാണ് സുന്നികൾ പറയാറുള്ളത്. സ്വന്തം അഭിപ്രായം ആരും പറയാറില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ജുമാ ജമാഅത്തിന് പോയില്ല എന്നത് ഒരു വിഷയമാക്കി സുന്നികൾ അവതരിപ്പിക്കാറുള്ളത് ഈ ജുമാ ജമാഅത്തുകൾക്ക് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാറുള്ളത് അത് നമ്മള് സ്വന്തമായി ഉന്നയിച്ചൊരു വിഷയമല്ല. പിന്നെയോ അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി തന്നെ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാൻ കാരണം? സ്ത്രീകൾ അങ്ങനെ ജുമഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോകുന്നതിൽ വല്ല ഖൈറും വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്, പെൺമക്കള്, അവിടുത്തെ വീട്ടിലുള്ള വേലക്കാരികൾ, ഇവര് അതിന് മുൻപന്തിയിലുണ്ടാവും. അക്കാര്യം ഉറപ്പാണ്. കാരണം നമ്മളെ പെണ്ണുങ്ങളെക്കാളൊക്കെ നമ്മളുടേത് പോട്ടെ, പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീകളെക്കാളും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ഔത്സുഖ്യം കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങളുടെ ഭാര്യമാര്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനപ്പേര് തന്നെ, മുഅ്മിനീങ്ങളുടെ ഉമ്മാര് എന്നാ. അപ്പോ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരെന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിമാർ, അവരാണെങ്കിലോ പള്ളിയിൽ നിന്ന് കുറേ ദൂര സ്ഥലത്തല്ല അവരുടെ വീടുകളുണ്ടായിരുന്നത്. അവരെ വീടുകളുണ്ടായിരുന്നത് പള്ളിയോട് അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു, പള്ളിയോട് ചേർന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കാണുന്ന, ഇന്ന് നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ കാണുന്ന പള്ളികളോട് ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റാത്ത വിധം, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അത്ര അടുത്താണ്. എങ്ങനെ അടുത്ത്? വീട്ടിൽ നിന്ന് പള്ളിയുടെ ഉള്ളിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. വാതിൽ തുറന്നാൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പള്ളിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാം. പള്ളിയിൽ നിന്ന് നേരെ കാലെടുത്ത് വെക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. അപ്പൊ പള്ളിയുടെ ഒരു റൂം പോലെ, പള്ളിയുടെ തന്നെ ഒരു റൂം പോലെയാണ് ഭാര്യമാരുടെ വീടുകൾ ഉണ്ടായിരുന്നത്. അത് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. കണ്ടില്ലേ? അവിടെ നിങ്ങൾ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, നമ്മള് ആ പള്ളിയില് ഖിബിലക്ക് തിരിഞ്ഞ് നിന്നാൽ ഏത് ഭാഗത്താ സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ്, ഹുജ്റത്തു ഷരീഫയുള്ളത്? ഖിബിലയുടെ നേരെ തിരിഞ്ഞു നിൽക്കുക പള്ളിയിൽ. എങ്കിൽ നമ്മുടെ ഏത് ഭാഗത്താ? ഇടത്തെ ഭാഗത്തോ വലത്തെ ഭാഗത്തോ? പോയവരൊന്ന് പറയും. ഇടത്ത് ഭാഗത്ത്. കണ്ടില്ലേ? അതെ, പിറകിലല്ല കേട്ടോ, പിറകിലല്ല, ലെഫ്റ്റ് സൈഡിലാണ്, ഇടത്തെ ഭാഗത്താണ്. പിന്നെ മാത്രമല്ല അവിടെ മസ്ജിദുൻ നബവിയില് വലിയ പുണ്യമുള്ള ഒരു പ്രത്യേക സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ആരംഭിക്കുന്നത് എവിടുന്നാ സുഹൃത്തുക്കളെ? എവിടുന്നാ? ഒന്നടിക്കുങ്ങള്. ആ ഭാഗം നമ്മളിതൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ കേട്ടങ്ങനെ പോയാൽ പോരല്ല, നമ്മളെ മനസ്സിൽ ഇത് കിടക്കണ്ട. എന്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ആരും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞത് ഒന്ന് മിമ്പർ. അതന്നെ മിമ്പർ കണ്ടോ? മിമ്പറിന്റെയും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം. ഖബറുള്ളത് എവിടെ? പള്ളിന്റെ തെക്കേ ഭാഗത്ത് തന്നെ, ചുമരിനോട് ചേർന്നിട്ട് പള്ളിന്റെ തെക്കേ ചുമര്. അതായത് മാബൈന ഖബരി ഓ മിമ്പരി. ഒരു ഹദീസില്, ഒരു റിപ്പോർട്ടില്, മറ്റൊരു ഹദീസില്, മറ്റൊരു റിപ്പോർട്ടില് മാബൈന ഖബരി മാബൈന ബൈത്തി വ ഖബരി, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പൊ പള്ളിന്ന് അങ്ങോട്ട് കടക്കണത്, അതായത് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ വിശേഷിപ്പിച്ച ആ സ്ഥലത്തുനിന്ന് ആ ചുമരാണ്ട് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടാ, ആയിഷ ബീവിയുടെ വീടാണ്. അതിന്റെ അപ്പുറത്ത് മറ്റു ഭാര്യമാരുടെ ഒക്കെ വീടുകൾ ആയിട്ട്. അപ്പൊ ഇത്ര അടുത്തായിട്ട് പോലും, അതാണ് ഞാൻ പറഞ്ഞത്,
അത്ര അടുത്തായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ അവിടുത്തെ പെൺമക്കളോ വേലക്കാരികളോ ഒന്നും ഒരിക്കൽ പോലും ഒരു ജുമായക്കോ ഒരു ജമാഅത്തിനോ ഈ പള്ളിയിൽ കയറിയിട്ടില്ല, മറ്റൊരു പള്ളിയിലും പോയിട്ടില്ല. ഇതാരാ പറയുന്നത്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അങ്ങനെ വല്ല പുണ്യം ഉണ്ടെങ്കിൽ, സുന്നത്തായ എന്തെങ്കിലും ഒരു ഖൈറുള്ള പുണ്യമുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ പ്രേരിപ്പിക്കാതിരിക്കോ, പറഞ്ഞു കൊടുക്കാതിരിക്കോ, ഉപദേശിക്കാതിരിക്കോ? ഇല്ല, ഒരിക്കലുമില്ല. അതിനേക്കാൾ ചെറുതായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ ഉപദേശിക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ഈ 9 പേര്, ഒരാളല്ല, നബി സല്ലല്ലാഹു തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അവർ 9 പേരുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബിയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളിലാണ്. പക്ഷെ അവരാരും എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കൽ പോലും ഒരു ജുമാക്കും ഒരു ജമാഅത്തിനും അവർ പള്ളിക്ക് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ല ഗുണവും അവർക്കുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഉപദേശിക്കൂലേ? ഇനി നബി ഉപദേശിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള ആരും തന്നെ അവരുടെ ഭാര്യമാരെന്ത് ചെയ്തിട്ടില്ല? പള്ളിയിൽ പോവാൻ പ്രേരിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലാവുന്നു? ഒരിക്കലും സ്ത്രീകൾക്ക് അങ്ങനെ പള്ളിയിൽ പോയി ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുക അതൊരു പുണ്യകരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നബി തങ്ങളുടെ ഭാര്യമാര് മനസ്സിലാക്കിയിട്ടില്ല, അവിടുത്തെ പെൺമക്കൾ മനസ്സിലാക്കിയിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതിനാണ് എന്ത് ചെയ്യുന്നത്? അത് തെളിവായി പറയുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യമാര് ചെയ്തെങ്കിലേ ഒരു അല്ലെങ്കിൽ അവർ ചെയ്തത് സ്ഥിരപ്പെട്ടെങ്കിലേ ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടുകയുള്ളൂ എന്ന അർത്ഥത്തിലല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കേസം ഉസ്താദിന് വേണ്ടിയിട്ട് ചോദിച്ചതല്ല, ഉസ്താദ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളതാണ്. ഉസ്താദിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഉസ്താദ് കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആ ഇഖ്തിലാഫുൽ ഹദീസിൽ നിന്നുള്ള ഭാഗം ഇവിടെ സക്കി ഉസ്താദ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ മനസ്സിലായി. പക്ഷെ അവര് പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ അവര് പാരമ്പര്യം വേണം, ചെയ്തത് കാണണം എന്ന് പറയുന്നത് പോലെ തന്നെ നേരെ മറിച്ച് ഒരു മറുപടി പറയാണ്. അവര് ഉമ്മത്തുൽ മുഅ്മിനീങ്ങൾ പോയിട്ടില്ല എന്ന് കരുതിയിട്ട് അത് ദീനിൽ തെളിവാവൂല എന്ന് അവർ വാദിക്കുന്നതാണ്. ആ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആ സംശയം ഒന്ന് ക്ലാസ് റൂമിൽ ഇട്ടെന്നുള്ളൂ. പിന്നെ ഉസ്താദ് രണ്ടാമത് ഒരു വിഷയത്തിൽ ചർച്ച വന്നത് വഹാബികള് ഈ പുതുതായിട്ട് കയറി വന്ന ഈ വഹാബി കുട്ടികളെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പുകഴ്ത്തേണ്ടതില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ 4 ഭാഗത്ത് മാത്രമാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിലേറെ പറഞ്ഞ മഹാന്മാര് വേറെയുണ്ട്. മുശ്രിക്കുകളായ ആളുകളും അതിലേറെ കൂടുതൽ ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരൊക്കെ അല്ലേ നമ്മൾ പുകഴ്ത്തേണ്ടി വരില്ലേ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയാൽ എന്നുള്ള രൂപത്തിലാണ് അവർ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് നേരിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുത്ത എന്നോട് സംവദിച്ച ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ അവർ പിഴച്ചു പോകാൻ കാരണം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ര തന്നെ സുന്നികൾ പുകഴ്ത്തുന്ന അത്ര പുകഴ്ത്തേണ്ടതില്ല എന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം കൂടെ ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ ഉപകാരമായിരുന്നു. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അത് ഒന്നാമത് മൊത്തത്തിൽ അതിനുള്ള മറുപടി വിവരക്കേടിന്റെ പര്യായം എന്നാണ് ആ പറഞ്ഞ ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ള ജഹാലത്ത്. ജഹാലത്ത് എന്ന് പറയുന്ന ഒരു വസ്തു അത് രണ്ട് കാലുമ്പിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് കാണണമെങ്കിൽ അത് പറയുന്ന ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഈ അഭിപ്രായം പറയുന്ന വ്യക്തിയെ നോക്കിയാൽ മതി. അത് എത്ര വലിയ താടി എത്ര വലുതാണെങ്കിലും ശരി, രണ്ട് കാലിൽ നടക്കുന്ന സഞ്ചരിക്കുന്ന ജഹാലത്ത് എന്നാണ്. ജഹിലുള്ള ആള് എന്നല്ല ഞാൻ പറഞ്ഞത്, ജഹാലത്ത് തന്നെ, വിവരക്കേട് തന്നെ കയ്യും കാലും മുളച്ചത്, വിവരക്കേടിന് കയ്യും കാലും മുളച്ചത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്ന് അതന്നെ അയിനുൽ ജഹാലത്ത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 4 സ്ഥലത്താണ് ഖുർആനിൽ പുകഴ്ത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞത് വിവരക്കേടോ അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റിപ്പോയതോ? കാരണം 4 പ്രാവശ്യമേ മുഹമ്മദ് എന്നുള്ള പേര് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ എന്നത് സത്യമാണ്. അങ്ങനെയാണത്. കേശവ ശ്രദ്ധിക്കണ്ട. പേര് അതെ, പേര് മുഹമ്മദ് എന്ന പേര് 4 വട്ടമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രാവശ്യം അഹ്മദ് എന്നുള്ള പേരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 5 പ്രാവശ്യം പേര് പറഞ്ഞിട്ടുള്ളൂ. അത് ശരി. അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ. പക്ഷെ 4 വട്ടേ പുകഴ്ത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ശരിയല്ല. എന്നാൽ അത് പറഞ്ഞ ആളുകളോട് പറയാനുള്ളത്, ഖുർആനിൽ അല്ലാഹു തആല മുഹമ്മദ് നബിയെ പ്രശംസിച്ചതുപോലെ പുകഴ്ത്തിയതുപോലെ അള്ളാന്റെ ഒരു മഖ്ലൂക്കിനെയും അല്ല പുകഴ്ത്തിയിട്ടില്ല എന്നാണ് അതിനുള്ള മറുപടി. എങ്ങനെ? അള്ളാഹുവിന്റെ ഒരു മഖ്ലൂക്കിനെ, അല്ല സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെയും ഖുർആനിൽ അല്ലാഹു തആല അവിടുത്തെ അന്ത്യപ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയതുപോലെ വേറെ ഒരു സൃഷ്ടിനെയും പുകഴ്ത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയിടത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അത്ര പുകഴ്ത്താൻ സൃഷ്ടികളായ നമ്മളെ കൊണ്ട് സാധ്യവുമല്ല. മനസ്സിലായോ? ഖുർആനിനെ മൊത്തം എടുത്താൽ അത് റസൂലുള്ളാഹിനെ പുകഴ്ത്തൽ തന്നെയാണ്, നബിയുടെ മഹത്വമാണ്. ഖുർആനിൽ അടിക്കടി അങ്ങനെ പുകഴ്ത്തലുള്ളത്. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കൂ, എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു തങ്ങളുടെ മദ്ഹ് പുകഴ്ത്തൽ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പ്രയാസം തോന്നും. ഇൻഷാ അല്ലാഹ് നമ്മളൊരു മൻഹജ് ഒക്കെ വന്നിട്ടുണ്ട്. സലഫ് 1 മിനിറ്റ് ഡാം കറഞ്ഞ് പറയുന്ന കാര്യം ഒരു ചോദ്യത്തിന്റെ ഉത്തരാണ്. ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, അതുവരെ ഒന്ന് ക്ഷമിക്കുക കേട്ടാ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിട്ടുള്ള നബിമാരുണ്ട്. അത് എത്ര പേരാന്ന് നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ളവരൊന്നും അടിച്ചാൽ തിരക്കേടുണ്ടായിരുന്നില്ല. ഉസ്താദുമാരടിക്കണ്ട, സാധാരണക്കാർ. ഞാനത് നമ്മൾ പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എത്ര നബിമാരുടെ പേരാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? അടിച്ചോളി. 3 ആൾ അടിച്ചിട്ടുണ്ട്. 3 ആൾക്കേ ഇപ്പൊ അറിയുള്ളൂ. 4 ആള് 5. ഒരാളടിച്ചത് കണ്ടിട്ട് അടിക്കണം എന്നില്ല കേട്ടോ. ഓരോരുത്തർ വിവരമുള്ളത് അടിച്ചാൽ മതി. ഈ ആദ്യം അടിച്ച ആള് തെറ്റിക്കണമെങ്കിൽ ആ തെറ്റ് തന്നെ അങ്ങനെ പിന്നുള്ളവരും ആവർത്തിക്കണ്ടല്ലോ. അതുകൊണ്ട് ഉറപ്പിച്ചടിച്ചാൽ മതി. എത്രയാണ് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചത്? അപ്പൊ 1, 2, 3, 4, 5, 6 ആൾക്കേ അറിയുള്ളൂ. ഇനി അറിയുന്നവരാരും ഇല്ല അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ഏതായാലും 6 ആളടിച്ചതും കറക്റ്റാണ് കേട്ടാ. 25 പേരെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പല നബിമാരെയും അല്ലാഹു തആല വിളിക്കുന്നുണ്ട്.
അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അവിടെയൊക്കെ നബിമാരെയൊക്കെ അവരുടെ പേരുകൾ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല വിളിക്കുന്നത്. യാ ആദമുസ്കുൻ അൻത വസൗജുക, യാ ഈസ, യാ മൂസ എന്നിങ്ങനെ നബിമാരെയൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അഭിസംബോധന നടത്തുന്നത് അവരുടെ പേര് വിളിച്ചുകൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നിടത്ത് എവിടെയും യാ മുഹമ്മദ് എന്നോ യാ അഹ്മദ് എന്നോ അല്ലാഹു തആല വിളിക്കുന്നില്ല. സ്ഥാനപ്പേര് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മഹത്വം ഉൾക്കൊള്ളുന്ന സവിശേഷതമായ ഗുണങ്ങളെ ഉൾക്കൊള്ളുന്നത് വിളിച്ചിട്ടുണ്ട്. അഥവാ യാ റസൂലല്ലാ എന്നോ യാ അയ്യുഹൻ നബിയു എന്നോ തുടങ്ങിയുള്ള പേരുകളെ വിളിച്ചിട്ടുള്ളൂ. കണ്ടോ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പുകഴ്ത്തുന്നത്. വേറെ ഒരുപാട് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. കണ്ടോ, ഇതാരാ? അള്ളയെ പറയുന്നത്. ആരൊക്കെ കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. എത്ര വലിയ പുകഴ്ത്തലാത് അറിയോ? അതിനേക്കാൾ വലിയ പുകഴ്ത്തലുണ്ടോ? ഇല്ല. ഇവിടെ കണ്ടോ, യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹ്. കണ്ടോ, അവിടെ യാ മുഹമ്മദ് ഹസ്ബുക്കല്ലാഹ് എന്നല്ല പറയുന്നത്, യാ അയ്യുഹൻ നബിയു എന്നാ. മറ്റൊരു സ്ഥലം യാ അയ്യുഹൻ നബിയു ഹർരിദിൽ മുഅ്മിനീന അലൽ ഖിതാൽ. അങ്ങനെ എവിടെ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെടുത്ത് പറഞ്ഞല്ല വിളിക്കുന്നത്. മറ്റു നബിമാരൊക്കെ യാ ആദമു, യാ ഈസ, യാ മൂസ, യാ നൂഹു എന്നിങ്ങനെ അവരുടെ പേര് എടുത്ത് വിളിച്ച് ആണ് അല്ലാഹു തആല വിളിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വല്ലാത്ത സ്ഥാനത്തിന്റെ പദവിയുടെ ിലേക്കുള്ള സൂചനയാണത്. എന്താണെങ്കിലും പിന്നെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിനെ അങ്ങനെ പുകഴ്ത്തിയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കുഴപ്പം. ഈസാ നബിനെ എങ്ങനെ പുകഴ്ത്തിയത്? ആരാ പുകഴ്ത്തിയത്? ആ നബിയെ അനുസരിച്ചു ജീവിക്കൂ. അനുസരിച്ച് ജീവിക്കുക. അനുസരിക്കണില്ലല്ലോ. മുജാഹിദ് അനുസരിക്കണണ്ട? ജമാഅത്തുകാരൻ അനുസരിക്കണണ്ട? ഇല്ല. അവരനുസരിക്കണില്ല. അവര് നബിയെ തന്നെ നിസ്സാരപ്പെടുത്തുകയാണ് മൻഹജ്. നിങ്ങൾക്കൊക്കെ ഇനി ഏത് കാലത്താ നേരം വെളുക്കുക? അല്ലാഹു ആലം. മനസ്സിലായില്ലേ? അപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവർ, ഒരിക്കലും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴും ഇവര് ഉപയോഗിച്ചു വരുന്ന 4 ബൈബിളിലും എവിടെയും ക്രിസ്തു എന്നോ ക്രിസ്തുമതം എന്നൊരു ക്രിസ്ത്യാനിറ്റി എന്നൊരു പ്രയോഗമോ പേരോ ബൈബിളിൽ ഇല്ല തന്നെ. ഇരിക്കട്ടെ, അത് പൗലോസ് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ആധുനിക ക്രിസ്ത്യാനിസം എന്ന് പറയുന്നത് സെന്റ് പോൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു മതമാണ് എന്നുള്ളത് അതിന്റെ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇരിക്കട്ടെ, അതേസമയം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആ നസാറാക്കൾ എന്താണ് അവർ വിശ്വസിക്കുന്നത്? അവര് ദൈവമാണെന്നാ വിശ്വസിക്കുന്നത്. കണ്ടോ, അവർ ദൈവത്തിന്റെ പുത്രനാണെന്നാ വിശ്വസിക്കുന്നത്. അതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നസ്വാറാക്കൾ അവരുടെ നബിയെ സംബന്ധിച്ച്, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ സംബന്ധിച്ച് ആരോപിച്ച ആരോപണം അത് പറയരുത്, അത് ഉപേക്ഷിച്ചേക്കൂ, അത് പാടില്ല. അതെന്താ? ദൈവപുത്രനാണ്, ദൈവാണ്.
അത് പറയാൻ പാടില്ല. അങ്ങനെ ഒരു നബിനെയും ഒരാളെയും പുകഴ്ത്താനും പാടില്ല. അത് സുന്നികൾ ചെയ്യണമില്ല. അത് സുന്നികൾ ചെയ്യണമില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് തരം താഴ്ത്തുന്ന പരിപാടി, അത് വഹാബി, മൗദൂദി, ഖാദിയാനി, തബ്ലീഗാദി പുത്തനാശയക്കാരുടെ സ്വഭാവമാണ് കേട്ടാ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? സാധാരണക്കാരൻ എന്നാര് പഠിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ? ആര്? മുജാഹിദുകൾ അവരുടെ കുട്ടികളെ മദ്രസയിൽ വരെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണ്. ആണോ? മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണെന്ന് ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല ഞാൻ സാധാരണ മനുഷ്യനാണെന്ന്. ആരും പറഞ്ഞിട്ടില്ലാന്നോ? എന്നാ എ ടി കരീമിനാണെന്ന് മൈക്കിൽ ഒന്ന് പറയാവോ? ആരും പറഞ്ഞിട്ടില്ലാന്ന് ഒന്ന് പറഞ്ഞാട്ടെന്നാല്. മൻഹജെ, നിങ്ങളെക്കാൾ വിവരമുള്ള മൗലവി ഉണ്ടോ? എ ടി കരീം മൗലവി. ഞാൻ എ ടി കരീം മൗലവിക്ക് വേണ്ടി മൈക്ക് വിടുന്നു. എ ടി കരീം മൗലവി പറയുന്നു അങ്ങനെ നബി സാധാരണ മനുഷ്യനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഒന്ന് മൈക്കിൽ ഒന്ന് പറയാവോ? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞിക്കണോ ഇല്ലേ എന്നുള്ളത് ഞാൻ മറുപടി പറഞ്ഞുതരാം. അത് നിങ്ങളെ അല്ല, മുജാഹിദ് തന്നെ പറഞ്ഞു, മുജാഹിദ് തന്നെ പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. എ ടി കരീം മൈക്കിൽ വന്നോളൂ, ഞാൻ മൈക്ക് വിട്ടു. കണ്ടാ? അപ്പൊ എ ടി കരീം വരുന്നില്ല. എ ടി കരീം താഴല്ലേ സുഹൃത്തുക്കളെ? എ ടി കരീം താഴല്ലേ? അതാ വന്നിരിക്കണം. എ ടി കരീമേ അത് മൈക്കിൽ, നിങ്ങൾ ആ ടെസ്റ്റ് അടിച്ചിരുന്നു ഒന്ന് മൈക്കിൽ പറഞ്ഞാൽ മതി. കാരണം നിങ്ങളെ ശബ്ദത്തിലൂടെ തന്നെ ജനങ്ങൾ അതൊന്ന് കേട്ടോട്ടെ എന്നുള്ള നിലക്കാ ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്നിലേക്ക് വഹ്യ് വരുന്നു. ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ്, പക്ഷെ എനിക്ക് വഹ്യ് വരുന്നു. അതാണ് അമാനുഷികത. അല്ലാതെ നിലക്ക് ഭാര്യമാരുണ്ട്, സന്താനങ്ങളുണ്ട്. അതല്ലപ്പോ, അതിനല്ലപ്പോ പറഞ്ഞത്. ആയത്തോതാനും പറയാനല്ല പറഞ്ഞത്. നിങ്ങളിവിടെ ടെസ്റ്റ് അടിച്ചത് എന്താ? സാധാരണ മനുഷ്യനെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നല്ലേ? അതല്ലേ ഇവിടെ അടിച്ചത് സുഹൃത്തുക്കളെ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലാന്ന് അല്ലേ? കണ്ടോ? ഇപ്പൊ അത് പറയാൻ എന്ത് ചെയ്യണില്ല? നാക്ക് പൊന്തണില്ല. ആർക്ക്? എ ടി കരീമിന്. എന്താ കാരണം? നോണയാണ്, പൊളിയും. സാധാരണ മനുഷ്യനാണെന്ന് ഇവര് പറഞ്ഞിരിക്കണെന്ന് മാത്രമല്ല, ഇവര് പഠിപ്പിക്കുകയാണ്. ഇവരുടെ മദ്രസയെ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. ഇവരെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താണ്? സാധാരണ മനുഷ്യനാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നത് സാധാരണ മനുഷ്യനാണ്. കണ്ടോ? അതിന് ആയത്തോതൽ ഈ ആയത്താണ്. ഇപ്പൊ ഓതിയ ആയത്താണ് എന്ത് ചെയ്യല്? ഓതൽ അതിനു വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ അതന്നെ അതവിടെ കണ്ടോ? ജക്കി ഉസ്താദ് ഇവിടെ വെച്ചിരിക്കും. കണ്ടോ നിങ്ങള്? എല്ലാ പ്രവാചകരും സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പേരിൽ ഇവരുടെ മുജാഹിദിന്റെ മദ്രസകളിലെ 3ാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ 25ാമത്തെ പേജിൽ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സാധാരണ മനുഷ്യൻ എന്നത് എവിടെയുള്ളത്? ഖുർആനില്, ഹദീസിൽ എവിടെയുള്ളത്? മറിച്ച് ഹദീസിലുള്ള നേരെ മറിച്ചാണ്. എന്താ പറഞ്ഞത്? ലസ്തു മിസിലക്കും
ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഞാൻ മറ്റൊരു ഹദീസിലുള്ള നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇവര് പഠിപ്പിക്കുന്നത് സാധാരണ മനുഷ്യനായിരുന്നു. അതാണ് ചർച്ച കേട്ടാ. ഒന്ന് ഇന്നി ലസ്തു മിസിലക്കും, മറ്റൊന്ന് ഇന്നി ലസ്തു അല്ല കഹയ്യത്തിക്കുന്നല്ല, അത് മിസില അഹദിൻ മിൻകുന്ന്, അങ്ങനെയാണ്. നിങ്ങളിൽ നിന്ന് ഒരാളെപ്പോലെയുമല്ല എന്ന്, നിങ്ങളിൽ നിന്ന് ഒരാളെപ്പോലെയുമല്ല എന്ന്. ഇനി ലസ്തു കഹദിൻ മിൻകും ആണോ. ഇത് രണ്ടും നബി പറയാണ്. സലാസ് റിവായാത്ത്, 3 റിവായത്തുകൾ. മാത്രമല്ല അത് വ്യത്യസ്ത, ഒന്ന് ബുഖാരിയിലും മറ്റൊന്ന് മുസ്ലിമിലും ഉള്ളതാണെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ അപ്പോ ഈ സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗം അതിപ്പോ പറയാൻ ആര് കൂട്ടാക്കണില്ല? ആര്? എ.ടി. കരീം. അതിനാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തോട് മൈക്കിൽ വന്ന് പറയാൻ പറഞ്ഞത്. അപ്പൊ മൂപ്പര് വല്ല വിഷയം മാറ്റുക, മൂപ്പര് ആയത്ത് ഓതിയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ മൂപ്പര ഭാഗ വ്യാഖ്യാനം പറയാൻ നിൽക്കുകയാണ്. എ.ടി. കരീമെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനല്ല എന്ന വാദം ഏതെങ്കിലും സുന്നികൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ സാധാരണ മനുഷ്യൻ അല്ല, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മനുഷ്യനല്ല എന്ന വിശ്വാസമുള്ള ആരെങ്കിലും ഇതിലുണ്ടോ? സുന്നികൾ ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോന്നാ ചോദിക്കണത്, എല്ലാരോടാണ് ചോദിക്കണത്. നബി തങ്ങൾ മനുഷ്യനല്ല എന്ന വാദമോ വിശ്വാസമോ ഉള്ള ആരെങ്കിലും ഇതിലുണ്ടോ? ശ്രോതാക്കളോടാണ് ചോദിക്കണത്. ഇല്ല, കണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെന്തിനാപ്പ ഇന്നമാന വശറും വീസിലുക്കും പറഞ്ഞ് ആയത്ത് നിങ്ങൾ ഓതുന്നു? മനുഷ്യനല്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ലല്ലോ. പക്ഷെ ഞങ്ങൾ എതിർക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങളുടെ മക്കളെ ചെറുപ്പം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പഠിപ്പിക്കുന്നു, മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു മക്കളെ. എന്താ പഠിപ്പിക്കണത്? നബിമാരൊക്കെ സാധാരണ മനുഷ്യനാണ്. എല്ലാ പ്രവാചകരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. ഇതെവിടെയുള്ളത് എന്നാ ചോദിച്ചത് എ.ടി. കരീം. കണ്ടോ, കരീം പോയി. ഇപ്പൊ കണ്ടോ, കരീം മുങ്ങി. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് എത്തിയപ്പോ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് കണ്ടപ്പോ എ.ടി. കരീം മൈക്കട്ടോടി മന്നജു സലഫും തഴിയെടുത്തു. കണ്ടകള്, ഇവിടെയും പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മനുഷ്യനല്ല എന്നൊരു വാദം മുസ്ലിങ്ങൾക്ക് ആർക്കുമില്ല. മുസ്ലിങ്ങൾക്ക് ആർക്കുമില്ല. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നവരാ. ജിന്നാണെന്നോ മലക്കാണെന്നോ വിശ്വസിക്കുന്ന ആരും തന്നെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലില്ല. അതേസമയം സാധാരണ മനുഷ്യൻ അങ്ങനെ ഒരു പ്രയോഗം മുജാഹിദുകൾ അവരുടെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ ടെസ്റ്റ് അടിച്ച എ.ടി. കരീമിന് അവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന 3ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എന്നാണ്. അത് പുസ്തകത്തിന്റെ പേരും പേജും ക്ലാസും പറഞ്ഞിവിടെ ടെസ്റ്റ് വന്നപ്പോൾ എ.ടി. കരീമും ഇറങ്ങി ഓടി, അതുപോലെ തന്നെ മന്നജു സലഫും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. KSM ഉസ്താദൊക്കെ മൈക്കിൽ വന്നോളൂ. ഇവിടെ ഇനിയിപ്പോൾ 1 മണിയായി. ഇനി തുടരുന്നതിന് ചെറിയ പ്രയാസമുണ്ട്. പിന്നെ അവരുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവരായിട്ട് അങ്ങനെ നോക്കായിരുന്നു. പക്ഷെ അവർ പോയും ചെയ്തല്ലോ. അവർ രണ്ടാളും ഇറങ്ങി ഓടുകയും ചെയ്തു. സംഗതി അട്ടക്കച്ചവടാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. ഇപ്പോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? മുജാഹിദുകൾ അവരുടെ കുട്ടികളെ പോലും ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നത് സാധാരണ മനുഷ്യനാണ് എന്നാണ്. അത് മനസ്സിലായില്ല എല്ലാവരും? അവിടെ ഒന്ന് എഴുതി വെച്ചാൽ എല്ലാവരും.
നോട്ട് ചെയ്യേണ്ടവരോ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ജക്കി ഉസ്താദ് അടിച്ചിരുന്ന അതായത് എല്ലാ പ്രവാചകരും സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് മുജാഹിദിന്റെ 3ാം ക്ലാസ്സിലെ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പുസ്തകത്തിന്റെ 25ാമത്തെ പേജിലാണുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എല്ലാവരും അത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഉപകരിക്കും. ചിലപ്പോൾ ചില മുജാഹിദൊക്കെ പറയാം അറിയാത്തൊരേ അങ്ങനെ അതൊന്നും ഞങ്ങൾ മനുഷ്യരാന്നേ പറയുള്ളൂ, സാധാരണ ഒന്നും ഞാനില്ല, ഈ സുന്നികൾ ആരോപിക്കുകയാണ് എന്നാ ചില മുജാഹിദുകൾ അങ്ങനെ പറയില്ലേ. അത് ഈ സുന്നി മുസ്ലിയാക്കന്മാരെന്ത് ചെയ്യണതാണ്, ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്നതാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങള് മനുഷ്യനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, സാധാരണ മനുഷ്യന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പോഴും വരെ പുസ്തകത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പാഠം ഇവരുടെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് തർക്കമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മനുഷ്യനാണോ അല്ലേ, അതൊരു തർക്കമുള്ള വിഷയമല്ല. നബി മനുഷ്യനാണ്. പക്ഷെ സാധാരണ മനുഷ്യൻ എന്നൊരു പ്രയോഗം റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഖുർആനിലും വന്നിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല. ഒരു ഇസ്ലാമിക പണ്ഡിതനും മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഈ വിവരദോഷികളും റസൂലുള്ളാഹിയുടെ വിരോധം ഉള്ളിൽ വെച്ച് നടക്കുന്ന വഹാബിസത്തിന്റെ അനുയായികളും അല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. ഈ വസ്തുത അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മൈക്ക് വിട്ടു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. വളരെ വിശദമായിട്ട് തന്നെ നമ്മളെ കേൾവിക്കാർ ഉസ്താദ് അത് സമർത്ഥിച്ചു. അതോട് തന്നെ മൻഹജ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഉസ്താദെ. മൻഹജ് ചോദിച്ചില്ലേ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കുകയാണ് എന്ന് ഒരു ടെക്സ്റ്റ് അവൻ അടിച്ചല്ലോ. അത് ഇതിൽ പെട്ടത് തന്നെയാണ്. ഇവർ പഠിപ്പിക്കുന്ന ആശയാണ്. ഇതിനോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തേണ്ടതില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ സ്വലാത്തും ചൊല്ലി നടക്കേണ്ടതില്ല, ചര്യ പിൻപറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി നടക്കുകയാണ് വേണ്ടത് എന്നുകൂടി അവർ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇത് ഇവരിൽപ്പെട്ട വഹാബിക്കുകൾ കോച്ച് കൊടുക്കുന്ന ഒരു ചങ്ങാതി നമ്മളെടുത്ത് വന്ന് പെട്ടപ്പോ അദ്ദേഹം അൽഹംദുലില്ലാഹ് ഇപ്പോ ശരിയായിട്ടുണ്ട്, അവരിൽ നിന്ന് വിട്ടുപോന്നിട്ടുണ്ട്. ഇപ്പൊ അവര് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു തലയെക്കെട്ടാണ് ഇപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തു എന്നുള്ളത് സത്യം. പക്ഷെ അവരുടെ ഹിദായത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് അവർ ആരോപിക്കുന്നു അയാളെ കുറിച്ചിട്ട്. അപ്പൊ അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ്. ഈ പാവപ്പെട്ട ആളുകള് ഒറ്റ നോട്ടത്തിൽ മദ്രസയിലൊന്നും പോവാത്ത ആളുകളൊക്കെ അതിൽ പെട്ടുപോകും. കാരണം ഇങ്ങനെ എന്തിനാ കുറെ മൗലൂദും കുറെ പിന്നെ സ്വലാത്തുകളും ഇങ്ങനെ പാടി പറഞ്ഞ് നടക്കുന്നത്, നബിതങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചാണ് ജീവിക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറയുമ്പോ തെറ്റിദ്ധരിച്ചു പോവും പാവപ്പെട്ട ജനങ്ങൾ. അപ്പൊ അത് ക്ലാസ് റൂമിലൊന്ന് പറയാ എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി. അതിനു മുമ്പ് നമ്മളെ സക്കി ഉസ്താദും വളരെ ഇവരുടെ പൊള്ളത്തരങ്ങള്, ഇവരുടെ മാറ്റിപ്പറച്ചിലുകള് അഥവാ ഇവരുടെ പിന്നെ വൈരുദ്ധ്യങ്ങള് ചൂണ്ടിക്കാണിച്ചു. അതും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം പല സമയത്തും നമുക്ക് തെളിവുകൾ പറയാൻ അവരുടെ പുസ്തകങ്ങളും ആ പേജുകളും മൊത്തം കിട്ടുമ്പോ നമുക്ക് പെട്ടെന്ന് അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയും. തെളിവുകൾ കൊടുക്കാതെ തന്നെ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ പത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഉപകരിക്കുന്ന നല്ല ഭാഗമാണ് സക്കി ഉസ്താദ് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉസ്താദിനും ബർക്കത്ത് ചെയ്യട്ടെ. ഇനി നിങ്ങളൊക്കെ നമ്മളെ ക്ലാസ് റൂമിൽ പറയണം. കാരണം കേൾക്കുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല, പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക്, ഈ മുജാഹിദുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവർക്ക് വളരെ വലിയ ഉപകാരപ്പെടും. അതൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ഇനിയും അത്രയും കാര്യങ്ങളൊക്കെ പറയാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കിൽ തുടരാൻ വേണ്ടി മൈക്ക് എടുത്തതല്ല, ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മൈക്ക് എടുത്തുന്നുള്ളൂ. പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം, ഇല്ലെങ്കിൽ സക്കി ഉസ്താദിനെ കുറച്ചു നേരം കൂടെ ഒക്കെ മൈക്കിലേക്ക് വരികയാണെങ്കിൽ വളരെ റാഹത്തായിരുന്നു.
എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമ്മളൊക്കെ ഈ സമയത്തൊന്നും ഇത്രയും വിഷയങ്ങളൊന്നും അതിൻ്റെതായ സാഹചര്യം അനുസരിച്ച് പറയാൻ കഴിവില്ലാത്തതിന്റെ പേരിലാണ് ഈ സമയത്തൊക്കെ നമ്മൾ മൈക്കിന്ന് വിട്ടു നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ പരിചയമില്ലാത്ത വിഷയങ്ങൾ ഒരു പക്ഷേ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ കഴിയുമായിരിക്കാം, പക്ഷെ അതിന് കുറെ താമസം പിടിക്കും നോക്കി പിടിച്ചു വരുമ്പോഴേക്കിനൊക്കെ. പക്ഷെ കേൾവിക്കര ഉസ്താദിന്റെ ഒക്കെ പോലെയുള്ള ആളുകൾക്ക് അത് ആ സ്പോട്ടിൽ തന്നെ ആ സമയത്ത് തന്നെ സമർത്ഥിക്കാൻ കഴിയാന്നുള്ളത് അള്ളാഹു താല കൊടുത്ത വലിയൊരു കഴിവാണ്. അള്ളാഹു താല ഏറ്റിക്കൊടുക്കട്ടെ. ആ സമയവും സാഹചര്യം അനുസരിച്ച് ഇൽമു പറയാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കൂട്ടുകാരെ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? സ്ക്രീനൊന്നും അനങ്ങുന്നത് കാണുന്നില്ല. എല്ലാരും പാട്ടിലും പോയോ? ഇല്ലല്ലേ? അപ്പോ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കും വലിയൊരു തമാശ തോന്നി. ഇവരുടെ ഷബാബ് സെമിനാർ പതിപ്പ് 1997 അതിലെ പേജ് നമ്പർ 50 അവര് പറയുന്നുണ്ട് വലിയൊരു തമാശ. അതെന്താ അറിയോ? ഇവര് സ്വയം വാദിക്കാണ്. ഈ വഹാബി മുജാഹിദുകൾ പറയാണ് മറ്റു സംഘടനകള് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഹറാമ് ഇന്ന് ഹലാലാക്കി മറിച്ചും പറയേണ്ടി വന്ന ഗതികേട് മുജാഹിദിന് ഉണ്ടായിട്ടില്ല. മുജാഹിദുകൾ പറയാണ് ഇന്നലത്തെ ഹറാമ് ഇന്നത്തെ ഹലാലാക്കി തിരിച്ചു പറയേണ്ട ഗതികേട് ആർക്കും വന്നിട്ടില്ല? മുജാഹിദ് സംഘടനക്ക് വന്നിട്ടില്ല. ഖുർആനും സുന്നത്തും മാറ്റത്തിന് വിധേയമല്ലാതെ സ്ഥായിയും സ്ഥിരവുമാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ മുജാഹിദ് എന്ന സംഘടനക്ക് ഇടയ്ക്കിടെ അഭിപ്രായങ്ങൾ മാറ്റി പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇന്ന് സക്കി ഉസ്താദ് പറഞ്ഞതും ഇവരുടെ ഈ വാദവും എത്രത്തോളം സമപ്പെട്ടു പോകും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അവര് തന്നെ അവരുടെ KNM എംകോ കമ്മിറ്റി മുജാഹിദ് സെന്ററിൽ ചേർന്ന യോഗത്തില് അവതരിപ്പിച്ചൊരു പ്രബന്ധമുണ്ട്. അത് ഇതിന് നേരെ ഘടകവിരുദ്ധമാണ്. എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ നേരെ വിപരീതം. അവര് പറയാണ് അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം തിരുത്തി പിന്നീട് കൂടുതൽ പ്രാബല്യവും വ്യക്തവുമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ചില ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. ഇങ്ങനെ ഇടക്കാലത്ത് നാം സ്വീകരിച്ചതും പിന്നീട് തിരുത്തപ്പെട്ടു പോയതുമായ പല കാര്യങ്ങളും നമ്മുടെ ആദ്യകാല പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കണ്ടേക്കാം. എന്നിട്ട് ഉദാഹരണം കൊടുക്കുകയാണ്. മൗലിദാഘോഷം, തറാവിയ നിസ്കാരം, ഇവയെ കുറിച്ചൊക്കെ അൽ മുർഷിദിലും മറ്റും വന്ന ലേഖനങ്ങള് ഇതിന് ഉദാഹരണമാണ്. അപ്പൊ അവരാദ്യം പറഞ്ഞതൊക്കെ തിരുത്തിയെന്നും അതിന് നേരെ തന്നെ ചോട്ടിൽ കൊടുക്കുന്നു. എത്രത്തോളം ഈ അതുപോലെ തന്നെ കുനൂത്തിന്റെ വിഷയത്തില് വിത്തറിന് ശേഷമുള്ള റമദാനിലെ കുനൂത്തിന് ആദ്യം അവർക്ക് വ്യക്തമായ തെളിവില്ലാത്തതിന്റെ പേരിൽ അവരത് വിദഅത്താണ് എന്ന് പറഞ്ഞു. ഇപ്പൊ അത് തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് സുന്നത്തായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ തുടങ്ങിയ വെറും വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ കൂടാരം തന്നെയാണ് ഈ വഹാബി പ്രസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. പക്ഷെ അതിൽ പെട്ടുപോയ പാവങ്ങളാണ് ഇതിലൊക്കെ വളരെയധികം വിഷമിക്കുന്നത്. പക്ഷെ അതവർ തിരിച്ചറിയാത്തത് എന്തിന്റെ പേരിലാന്ന് അറിയുന്നില്ല. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഇവരൊന്ന് പ്രഖ്യാപിച്ചു, അടുത്തത് തിരുത്തി പറയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ എത്രയോ ഉണ്ട്. അപ്പൊ ഇനിയെങ്കിലും അങ്ങനെ തിരുത്തപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോവാതെ തിരുത്തപ്പെടാത്ത പ്രസ്ഥാനത്തിൽ നിൽക്കാൻ മുജാഹിദിന്റെ ഈ പെട്ടുപോയ യുവാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീത ഭാഷയിൽ നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി ഒന്ന് പറയാൻ. ബഹുമാനപ്പെട്ട ആദർശ ഗാനം എന്നുള്ള ഇസ്മായിൽ ഉസ്താദിന്റെ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അള്ളാഹു തആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ, ഉസ്താദിന്റെ ആദർശ ഗാനത്തിൽ ഒരു ഭാഗം തന്നെ ഉണ്ട്, വൈരുദ്ധ്യങ്ങളുടെ കൂടാരം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ 4 വരി ഞാൻ നിങ്ങൾക്കൊന്ന് പാടിത്തരാം. വൈരുദ്ധ്യമേനിനക്കുള്ള പേരോ മുജാഹിദ്,
കേട്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടത്. അതിലിബിനു തീമിയ തന്നെവൻ കൂടാരമാ, തനിക്കുള്ള ഗ്രന്ഥങ്ങൾ അതിൽ മഷഹൂറുമാ. മുമ്പുള്ള നേതാവിനവർ കളവാക്കി, അവർക്കുള്ള ബുക്കുകൾ മിക്കതും റദ്ദാക്കി. ഓരോരോ തലമുറ വന്നതാനസ്താക്കി, മുമ്പുള്ള തലമുറയെ ഖുറാഫത്താക്കി. എത്ര വ്യക്താണ് അല്ലേ? ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവര് ഈ മുജാഹിദി പ്രസ്ഥാനം ഇവരുടെ മുൻ നേതാക്കൾ അംഗീകരിക്കുന്നില്ല. ഇവരുടെ മുൻ നേതാക്കൾ എഴുതി വെച്ച ബുക്കുകൾ അംഗീകരിക്കുന്നില്ല. ഇവർ കാലത്തിനൊത്ത് ഇവർ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്വന്തം ഇവർക്ക് എന്താണോ തോന്നുന്നത് അത് ഹദീസുകളെ വ്യാഖ്യാനിക്കുക, ഖുർആനിനെ വ്യാഖ്യാനിക്കുക. അവർക്ക് പറ്റുന്നത് എടുക്കുക, പറ്റാത്തത് തള്ളിക്കളയുക. ഇമാമമാരെന്തു പറഞ്ഞോ, താബികൾ എന്തു പറഞ്ഞോ, സ്വഹാബത്ത് എന്തു പറഞ്ഞോ, അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. നമുക്ക് ബുദ്ധിയുണ്ട്, പരിശുദ്ധ ഖുർആനും മുന്നിലുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് എന്തു തോന്നുന്നു അത് ചെയ്യാം. അതാണ് ഇവരുടെ അജണ്ട. അത് വഹാബി പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്, അവരോട് ഇടപെട്ട് ജീവിക്കുന്ന ആളുകള് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഇവരുടെ ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ വെളിവാകുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ എത്രയോ ചെറുപ്പക്കാർ ഇതിൽ പെട്ടുപോകുന്നുണ്ടാവും. തിരുത്തി കൊടുക്കുമ്പോ അത് സ്വീകരിക്കാൻ തയ്യാറുള്ള കുട്ടികളാണ്. അവർ എന്തോ സുന്നത്ത് ജമാഅത്തിലേക്ക് അവർക്ക് അതിനുള്ള വഴികൾ കിട്ടാത്തതിന്റെ പേരിൽ വഹാബികൾ അടുത്തുള്ള അല്ലെങ്കിൽ വഹാബികളുടെ ഇടപഴകുന്ന കൂട്ടുകാരായതിന്റെ പേരിൽ അവർ അതിലേക്ക് പോകുന്നു. പിന്നീട് എത്രയോ വഴികയാണ് ഇവർ സത്യം അറിയുന്നത്. സത്യം അറിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന വഹാബിയിൽപ്പെട്ട എത്രയോ യുവാക്കള് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ടത് അത്തരം വഹാബി പ്രസ്ഥാനത്തിൽ പെട്ടുപോയ ഈ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടെത്തുക, അവരോട് നമ്മൾ സമ്പർക്കം പുലർത്തുക, അവരോട് കൂടുതൽ ഇടപഴകുക. എന്നിട്ട് അവരോട് മുഷിപ്പിക്കാത്ത രൂപത്തിൽ നിങ്ങൾ പഠിച്ചത് എന്തോ നിങ്ങളുടെ മനസ്സിൽ വെക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസവും വിഷയവും എങ്ങനെയാണ് എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, ഞങ്ങളുടെ ഒരു ഉസ്താദിനെ കൊണ്ട് പഠിപ്പിച്ചു തരാം. എന്നിട്ട് നീ അംഗീകരിക്കോ അംഗീകരിച്ചില്ലേ അതൊന്നും വിഷയമല്ല, രണ്ടും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്ക്, എന്നിട്ട് നീ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്ക് എന്ന് പറഞ്ഞാൽ ഏതൊരാളും വഴങ്ങും, ഒരു സംശയമില്ല. ഞാൻ അതിന് സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരൊക്കെ ഈ വഹാബി പ്രസ്ഥാനത്തിൽ പെട്ടുപോയ ചെറുപ്പക്കാരെ തള്ളിക്കളയാതെ, അവരെ നമ്മൾ നീ വഹാബിയാണ് മുജാഹിദാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അവരെ മെല്ലെ പിടിച്ചു കൊണ്ടുവരിക, നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുത്തുക. അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരോട് അവനിലുണ്ടാവുന്ന സംശയങ്ങൾ നമ്മൾ ചോദിച്ച് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക. അവർ ചോദിക്കട്ടെ അവരുടെ മൗലവിമാരോട്, ഈ സുന്നി ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കട്ടെ അവർ. എന്നിട്ട് പഠിക്കട്ടെ, രണ്ടും താരതമ്യപ്പെടുത്തി നോക്കട്ടെ. ഒരിക്കലും നമ്മൾ ആ ഭാഗത്തേക്ക് അവരുടെ കിതാബുകൾ നോക്കാനോ അവരുടെ പുസ്തകങ്ങൾ വായിക്കാനോ അവരുടെ മൗലവിമാരെ ഇടവാനോ അവരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കാനോ നമ്മൾ നിൽക്കരുത്. പെട്ടുപോയവരെ നമ്മൾ എന്ത് ചെയ്യാം, അവര് നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഒരാൾ ഹിദായത്തായി കിട്ടിയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള വഴികൾ തുറന്നു തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അവരായത്തോതും ഹദീസോതും എല്ലാം ഓതും, പക്ഷേ ആയത്തിനും ഹദീസിനും അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾ പച്ച കള്ളമായിരിക്കും. നമ്മുടെ ഇമാമിങ്ങളോ മുഫസ്സിരീങ്ങളോ പറഞ്ഞ അർത്ഥമോ വ്യാഖ്യാനമോ ആവൂല. ഒരു നിലക്കും അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അവർ ആവൂല, അത് അവർ അംഗീകരിക്കൂല. അവർക്ക് തോന്നുന്നത് അവരെന്ത് ചെയ്യും, പറയുന്നുവെന്ന് മാത്രം. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വായടപ്പ് മറുപടി ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും സ്വഹാബത്തിനെയും അവർ തള്ളി പറയുകയും ചെയ്യും. അവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന സ്വഹാബത്ത് ഒരിക്കലും തെളിവിന് പറ്റിയവരല്ല. ആരനെ പോലെ, ഇന്നത്തെ മുസ്ലിയാക്കന്മാരെ പോലെ, ഇന്നത്തെ കേരളത്തിലെ പണ്ഡിതന്മാരെ പോലെ തന്നെ സ്വഹാബത്തിന്റെയും തെളിവുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നവരാണ് ഈ മുജാഹിദുകൾ. അല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇവരുടെ വാദം അതാണ്. അപ്പൊ അവർക്ക് അതൊന്നും അല്ല വലുത്. അവരുടെ വാദം, അവരുടെ മനസ്സിൽ, അവരുടെ പോക്കറ്റിൽ നിന്ന്, അവരുടെ ഓഫീസിൽ നിന്ന് എന്തു പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കുക. അതാണ് അവരുടെ ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമും ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് അതിൽ പാവപ്പെട്ട ഒരാളും പെട്ടുപോവരുത്. അതിൽ പോയവരൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരൊക്കെ ശ്രമിക്കുക. നല്ല രൂപത്തിൽ അവരെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക. അവർ ചോദിക്കട്ടെ,
ഉസ്താദുമാർ ഉത്തരം പറയട്ടെ. അവർ നന്നാവുകയാണെങ്കിൽ, ഹിദായത്ത് അല്ലാഹു തആല അവർ കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിക്കോളും. നമുക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് പ്രവർത്തകർക്ക് മൈക്കിൽ വരാം. നമ്മുടെ ഹദ്ദാദ് തുടങ്ങുന്നത് 2 മണിക്കാണ്. പിന്നെ ചർച്ചകളും ആളുകളൊന്നും ഇല്ലെങ്കിൽ നേരത്തെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്രയും 1 മണിക്കൂർ ഇനിയും സമയമുണ്ട്. കൂട്ടുകാർക്കൊക്കെ മൈക്കിലേക്ക് വരികയും പിന്നെ കേട്ട ചർച്ചകളെ കുറിച്ച് പിന്നെ അഭിപ്രായങ്ങൾ പറയുകയോ അവലോകനം നടത്തുകയോ ഒക്കെ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസം നന്നാക്കി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം